بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العلي العظيم. والصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. അർഹം റഹീമനായ അല്ലാഹ്, ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതിൻ്റെ സവാബ് ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദീനി വിഷയത്തിലും കുടുംബകാര്യങ്ങളിലുമെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുക. ഓരോന്നും നാം പഠിച്ചു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമ്മളിലും നമ്മുടെ അടുത്ത തലമുറയിലും നിലനിർത്താൻ നമുക്ക് സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാതൃകാ പിതാവ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മക്കൾക്കും പേരമക്കൾക്കും ഒരു മാതൃകാ അധ്യാപകൻ, ഒരു മാതൃകാ ഗുരുവര്യൻ. ഇതാണ് നമുക്ക് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു കുടുംബ വിഷയം പറയുമ്പോൾ നമുക്കുള്ള ഒരു പ്രധാന പാഠം. ഈ ഒരു പാരമ്പര്യം നമുക്ക് ചരിത്രത്തിൽ ഉടനീളം പരിശോധിച്ചാൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ കൂട്ടത്തിൽ നേരത്തെ മരണപ്പെട്ടു പോയ മക്കളെ നാം ഇന്നലെ പറഞ്ഞു. മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ട്. അവർക്ക് രണ്ടു പേർക്കും കുടുംബജീവിതവും മക്കളും ഉണ്ടായിട്ടുണ്ട്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹക്ക് 2 മക്കളുണ്ടായി. ആൺകുട്ടി നേരത്തെ മരണപ്പെട്ടു. പെൺകുട്ടി പിന്നീട് മുത്തുനബിയോട് കൂടെ കുറച്ച് ജീവിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളും ജീവിതവും നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ആ മക്കളെല്ലാം കൂട്ടി നബിതങ്ങൾ ഒരു ഉപ്പയായി ജീവിക്കുമ്പോൾ ശരിക്കും നബിതങ്ങൾ അവർക്കൊരു ഗുരുവാണ്, ഒരു അധ്യാപകനാണ്. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ഇല്ലാതെ പോയതാണ്. നമ്മൾ ഒരു വാപ്പയാണ്, അതേ സമയത്ത് മക്കൾക്ക് നമ്മൾ ഗുരുവാകുന്നില്ല. അതിന്റെ കുറവാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ചരിത്രത്തിലേക്ക് അങ്ങോട്ട് കടന്നാൽ ഒട്ടേറെ മശായിഖുമാർ, മഹാന്മാർ, ഒട്ടേറെ കിതാബുകൾ രചിച്ചിരിക്കുന്ന മുസന്നിഫീങ്ങൾ, ഇമാമിങ്ങൾ, അവരൊക്കെ ചരിത്രത്തിൽ കാണും ആദ്യത്തെ ഗുരു വാപ്പ തന്നെയായിരുന്നു. അവരൊക്കെ ചരിത്രത്തിൽ കാണും ആദ്യത്തെ ഗുരു വല്ലിപ്പയായിരുന്നു. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം ആദ്യത്തെ ഗുരു വല്ലിപ്പയാണ്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ഒട്ടേറെ മഹാന്മാരെ ചരിത്രമൊക്കെ എഴുതുമ്പോൾ അവരുടെ ഉസ്താദുമാരെ വിശദീകരിക്കുന്ന സമയത്ത് കാണും ആദ്യത്തെ ഉസ്താദ് വാപ്പയാണ്. ഇത് നമ്മളൊന്ന് നല്ലപോലെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ഒരു വാപ്പയാവുക എന്നത്, ഒരു ഉമ്മയാവുക എന്നത് അത് എല്ലാ ജീവികളിലും ഉണ്ട്. പക്ഷെ മക്കൾക്ക്, പേരമക്കൾക്ക് നമ്മൾ രക്ഷിതാവുക എന്നതാണ് അതിലെ പ്രാധാന്യം നമ്മൾ കാണുന്നത്. ഇന്നിപ്പോ കുട്ടികളെ പഠിപ്പിക്കേണ്ട വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ കുട്ടികളെ ആടിപ്പാടി കളിച്ച് രസിച്ച് പഠിപ്പിക്കുക. ഇപ്പൊ ആധുനിക ശാസ്ത്രവും
അതേപോലെ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിലെ പുതിയ ട്രെയിനിങ്ങിലുമൊക്കെ അത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പറയുന്നത്. കുട്ടികളെ നമ്മൾ കൂടെ നിന്നുകൊണ്ട് പഠിപ്പിക്കണം, കുട്ടികളോടൊപ്പം ആടിപ്പാടി പഠിപ്പിക്കണം. നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ രംഗം നോക്കിയാൽ നമുക്കതിന് 100% മാതൃക കാണും. ഒരു കാര്യത്തിലാണ് വ്യത്യാസം. എന്താണ്? ആധുനിക മനഃശാസ്ത്രം എന്ന പേരിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ആടലും പാടലും കളിക്കലും ചിരിക്കലും രസിക്കലും, അങ്ങനെ നേരത്തെ പോലെയല്ല. നേരത്തെ ഒരു അക്ഷരം പഴയ കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ അലിഫിന് ഫത്തഹിട്ട ആ ഈ അങ്ങനെയാ പഠിച്ചിരുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വേർഡ് പറഞ്ഞിട്ട് അതിൽ നിന്ന് പഠിപ്പിക്കലായി. ആറ ഇറ ഉറ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത്, അല്ലേ? ആ ശാസ്ത്രം പിന്നെ അങ്ങനെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ? എ ആപ്പിൾ, ബി ബാറ്റ്, സി കാറ്റ്, ഇങ്ങനെ ഒരു പദം പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് എ അല്ലാ, ബി ബിസ്മില്ലാ എന്നിങ്ങനെ പഠിപ്പിക്കുന്ന രീതി. ആ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നല്ല പോലെ കളിപ്പിക്കണം, ഓക്കെ. കുട്ടികളെ നല്ല പോലെ രസിപ്പിക്കണം, ഓക്കെ. കുട്ടികളെ നല്ല പോലെ ചിരിപ്പിക്കണം, ഓക്കെ. പക്ഷേ കുട്ടികളെ ഒരിക്കലും ഒരു നടപടി എടുത്തുകൂടാ. കുട്ടികളെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശാസിച്ചുകൂടാ. കുട്ടികളെ പേരിൽ ഏത് ചെയ്യാൻ പാടില്ല, ഒരു ആക്ഷൻ എടുക്കാൻ പാടില്ല. ഇതാണ് പുതിയ ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കുട്ടികളെ വഴികേടിലാക്കണം. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമുക്കൊന്ന് കണ്ണുരുട്ടി നോക്കാൻ ഇന്നത്തെ കാലത്ത് പാടില്ല. അത് പീഡനമാണ്. കുട്ടിയോട് നമുക്കൊരു വാക്ക് കയർത്ത് സംസാരിക്കാൻ പാടില്ല. അത് പീഡനത്തിന്റെ മറ്റൊരു ഇനമാണ്. കുട്ടിയുടെ മുമ്പിൽ ഒരു ഗൗരവസ്വരം കാണിച്ചുകൊണ്ട് അധ്യാപകൻ അല്ലെങ്കിൽ പിതാവ് ഒരു ഗൗരവസ്വരം കാണിച്ചുകൊണ്ടൊന്നും നിൽക്കാൻ പാടില്ല. അത് പീഡനമാണ്. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമ്മളെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് പോകുന്ന ഒരു ലൈനുണ്ട്. അത് മാത്രമല്ല പീഡനം, അത് പ്രത്യേകം പറയും ലൈംഗിക പീഡനം എന്ന്. കുട്ടിയെ കുട്ടിയുടെ മനസ്സിനൊരു ബേജാറ് വരുന്ന നോട്ടം ഇന്നത്തെ കാലത്ത് പീഡനമാണ്. നമ്മുടെ ഒരു ശരീരഭാഷ, വാപ്പയുടെയോ അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെയോ ഒരു ശരീരഭാഷ അത് കുറച്ച് ഗൗരവമായാൽ അത് കുട്ടിക്കൊരു പീഡനമാണ്. ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർ കുട്ടികളെ മുമ്പിൽ കൊച്ചായി, വാപ്പ കുട്ടിയുടെ മുമ്പിൽ വളരെ ചെറുതായി. മാത്രമല്ല കുട്ടിക്ക് തെറ്റേതാണ് ശരി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. കാരണം ശരി ചെയ്താലും വാപ്പ ചിരിക്കണം, തെറ്റ് ചെയ്താലും വാപ്പ ചിരിക്കണം. ശരി ചെയ്താലും അധ്യാപകൻ ചിരിക്കണം, തെറ്റ് ചെയ്താലും അധ്യാപകൻ ചിരിക്കണം. ഏത് പാടില്ല? തെറ്റേതാണ് ശരിയാണ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു രീതി. ഇതിനെയാണ് അപകടകരമായിരിക്കുന്ന ഒരു പോക്കായിട്ട് ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ മൊത്തത്തിലുള്ള രാജ്യത്തെ ഒരു രീതി എന്നാണ് കുട്ടികളെ പഠിപ്പിച്ചു വരുന്നിടത്ത് തെറ്റിനെ ശരിവൽക്കരിക്കണം. തെറ്റിനെ ശരിവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ പല തെറ്റുകളെയും ഇന്ന് തെറ്റായിട്ട് പറയാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണം വ്യഭിചാരം, അത് ഉപയോഗിക്കാൻ പാടില്ല. വേശ്യാവൃത്തി അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ അതിനെ എങ്ങനെയാണ് പറയേണ്ടത്? ഇപ്പൊ ഒരു അധ്യാപകൻ കുട്ടികളെ മുമ്പിൽ വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അദ്ദേഹത്തിന് ഒരു ആക്ഷൻ എടുക്കാം. പിന്നെ എന്താണ് അതിനെ പറയേണ്ടത്? വേശ്യാവൃത്തിയെ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ പറയേണ്ടത് ലൈംഗിക തൊഴിൽ എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വളർന്നു വരുന്ന കുട്ടി എന്ത് മനസ്സിലാക്കണം? ഒരുപാട് തൊഴിലാളികളുണ്ട്. ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ, ലോഡിംഗ് തൊഴിലാളികൾ, ഡ്രൈവിംഗ് തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, അല്ലേ? എത്രയെല്ലാം തൊഴിലാളികളുണ്ട്. അപ്പൊ ഒരു തെറ്റിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് പുതിയ യുഗം പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് ഉമ്മയും ബാപ്പയും ഉണരേണ്ടത്. ഇവിടെയാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. തെറ്റിനെ ശരിവൽക്കരിച്ച് പഠിപ്പിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പോൾ ഒരു ലൈംഗിക തൊഴിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു തെറ്റായി കാണുന്നില്ലല്ലോ. വേശ്യാവൃത്തി എന്ന് പറയാൻ പാടില്ല, വേശ്യ എന്ന് വിളിക്കാൻ പാടില്ല, വേശ്യ എന്ന് പരിചയപ്പെടുത്താൻ പാടില്ല. അപ്പോൾ തെറ്റിനെ തെറ്റായി പഠിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് മാത്രമല്ല തെറ്റിനെ ശരിവൽക്കരിക്കുക, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ലൈംഗിക തൊഴിൽ, ഒരുപാട് തൊഴിലാളികൾ അവിടെ ഉണ്ട്, അതിൽപ്പെട്ട ഒരു തൊഴിലാണ്. ഇങ്ങനെ പഠിപ്പിക്കാൻ പാടുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഇസ്ലാമിക കുടുംബത്തിലെ നമ്മുടെ മക്കൾ ധാർമ്മിക ബോധമുള്ളവരാകാൻ, അവരൊരു സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ, അവരൊരു നീതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ മാതാപിതാക്കൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണ്ടി വരും. അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനൊപ്പം എ ആപ്പിൾ എന്ന് പഠിപ്പിക്കുന്നതിന്റെ കൂടെ എ അല്ലാഹ് എന്ന് പഠിപ്പിക്കേണ്ട അറിവ്, ബി ബാറ്റ് എന്ന് പഠിപ്പിക്കുന്നതിനൊപ്പം ബി ബിസ്മില്ലാഹ് എന്ന് പഠിപ്പിക്കേണ്ട അറിവ്, മതവിദ്യാഭ്യാസവും കാലിക വിദ്യാഭ്യാസവും ഒരു കുടക്കീഴിൽ നൽകിക്കൊണ്ട് പോവുക എന്ന വിദ്യാഭ്യാസ പദ്ധതിയെ നമ്മുടെ പണ്ഡിത ലോകം, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ പണ്ഡിതന്മാർ വളരെ മഹനീയമായി നിലനിർത്തി പോന്നത് നമുക്കറിയാം. ഇന്നും നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ ഏത് ഭാഗത്തൊരു 10 മലയാളികൾ എത്തിപ്പെട്ടാലും അവിടെ പരിശുദ്ധമായ ദീനീ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഒരു മദ്രസ സിസ്റ്റം അവർ തുടങ്ങിയിരിക്കും. ഒരു ഗ്രാമത്തിൽ ഒരു 10 മുസ്ലിം വീട് വന്നാൽ താമസിയാതെ അവിടെ ഒരു ഓല ഷെഡിലെങ്കിലും ഒരു മദ്രസ ആരംഭിക്കും. ഒരു വീടിന്റെ ഒരു ഭാഗത്ത് താൽക്കാലികം കെട്ടിയുണ്ടാക്കിയിട്ടെങ്കിലും ഒരു മദ്രസ ആരംഭിക്കും. ഇത് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പകർത്തി തന്ന എത്ര വലിയ മഹത്വമാണ്. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ അബുദാബിയിൽ ഫാമിലികളായി ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്നു. നമുക്ക് വേണ്ടി ഇവിടുത്തെ ICF നല്ല ഒരു മദ്രസ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹ് ഇത് ഇസ്സത്തോടെ നീ നിലനിർത്തണേ അല്ലാഹ്. ഇതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് അത് നിലനിർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ കേരളത്തിൽ രാവിലെ സുബഹി നിസ്കരിച്ച് പുറത്തേക്ക് നോക്കിയാൽ 3.5 വയസ്സായ കുട്ടി മുതൽക്ക് 15 വയസ്സായിരിക്കുന്ന മക്കൾ അടക്കം ഇങ്ങനെ മദ്രസയിലേക്ക് മുസാഫും പുസ്തകവും പിടിച്ചു പോകുന്ന കാഴ്ച ലോക മാപ്പിൽ തന്നെ കേരളത്തിലാണ് കാണാൻ സാധിക്കുന്നത്. മതപഠനത്തിന് പ്രത്യേക സംവിധാനം അത് ഇവിടെ ICF-ന്റെ നേതൃത്വത്തിൽ നിലനിൽക്കുമ്പോൾ ICF-ന്റെ നേതാക്കൾ, പ്രവർത്തകർക്ക് നീ എല്ലാവിധ ഖൈറും ചൊരിയണേ അല്ലാഹ്. ഉമ്മമാർ, ഉപ്പമാരെ, ഈ മദ്രസകൾ നിർവഹിക്കുന്നത് മാതാപിതാക്കൾ നിർവഹിക്കേണ്ട കാര്യമാണ്. മദ്രസ ഉസ്താദുമാർ നിർവഹിക്കുന്നത്. നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അറിവില്ല, ഒരു പക്ഷേ അങ്ങനെ, അല്ലെങ്കിൽ അറിവുണ്ട്, നമ്മുടെ ജോലിയും തിരക്കും അനുസരിച്ച് നമുക്കതിന് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് സമയവുമുണ്ട് അറിവുമുണ്ട്, പക്ഷെ കുട്ടികൾക്ക് അത് എങ്ങനെ പകർന്നു കൊടുക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു പ്രത്യേക പ്രാക്ടീസും പരിചയവും ഇല്ല. ഏതായാലും നമുക്കില്ലാത്ത ആ കുറവിനെ പരിഹരിക്കാൻ നമ്മുടെ മദ്രസകൾ, നമ്മുടെ ഉസ്താദുമാരിലൂടെ അത് നിലനിർത്തുകയാണ്. ഇവിടെ വാപ്പമാരോടും ഉമ്മമാരോടും ഉണർത്തുന്നത്, ഉസ്താദുമാർ മദ്രസകളിലെ കാര്യങ്ങൾ കുട്ടികൾക്ക് പാഠമെടുത്തു കൊടുക്കും. വീട്ടിൽ കുട്ടികൾ ഗ്രഹപാഠം നടത്തുമ്പോൾ രക്ഷിതാക്കൾ ഒന്ന് കൂടെ ഇരിക്കുന്നത് എത്രയോ നന്നായിരിക്കും. കുട്ടി മദ്രസയിലെ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാപ്പ ഇങ്ങനെ കൂടെ ഇരുന്നിട്ട് അതിങ്ങനെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ കുട്ടിക്കും അതുകൊണ്ട് വലിയ ഫലമുണ്ട്, വാപ്പാക്കും അതുകൊണ്ട് വലിയ ഫലമുണ്ട്. കുട്ടിക്ക് വലിയ ഫലം, വാപ്പ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ കുട്ടിയുടെ വളരെ പ്രാധാന്യത്തോടു കൂടെ കുട്ടി അത് മനസ്സിലാക്കും. വാപ്പ ശ്രദ്ധിക്കുന്നു. കുട്ടി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാപ്പാക്കും പല മസലകളും കാര്യങ്ങളും പുസ്തകത്തിൽ നിന്ന് വായിക്കാനും പഠിക്കാനും അവസരം കിട്ടുകയാണ്. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ കളിച്ചും ചിരിച്ചും രസിച്ചും പഠിപ്പിക്കുക എന്ന് പറയുന്നത് നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസിഫു അബ്ദല്ലാഹ് വ ഉബൈദല്ലാഹ് വ കസീറൻ മിൻ ബനിൽ അബ്ബാസ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിലെ മക്കൾ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മക്കൾ, അതേപോലെ തന്നെ സൈനബ ബിബി റളിയല്ലാഹു അൻഹയുടെ മക്കൾ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിലുള്ള മക്കൾ, റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, കുട്ടികളുമായിട്ട് ഇടപഴകുന്നത്, ആ കുട്ടികളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്വഫായിട്ട് നിർത്തുകയാണ്. ഒരിക്കൽ റസൂലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണ്.
മക്കളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫാക്കിയിട്ട് ഇങ്ങനെ നിർത്തി. കുട്ടികൾ ഇങ്ങനെ വരിയായിട്ട് സൊഫായിട്ട് നിൽക്കുകയാണ്. സുമ്മ യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കാൻ, മൻ സബഖ ഇലയ്യ ഫലഹു കദാ വകദാ. ഇപ്പൊ ഏറ്റവും ആധുനികമായി കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പറയുന്നിടത്ത് കുട്ടികൾക്ക് നമ്മൾ പ്രാക്ടിക്കൽ പഠിപ്പിക്കാം. അതായത് ഇപ്പൊ നമ്മളെ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ ബോർഡിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യം പ്രത്യക്ഷപ്പെടും. എങ്ങനെ? ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു ഗുരു ക്ലാസ്സിലേക്ക് വരികയാണ്. ക്ലാസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആപ്പിൾ എന്ന് പഠിപ്പിക്കാനാണ് വരുന്നത്. അപ്പൊ ആ ക്ലാസ്സിലേക്ക് വരുന്ന ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന അധ്യാപകൻ ഒരു ആപ്പിൾ നന്നായിട്ട് പൊതിഞ്ഞ് അതൊരു വലിയ പ്രത്യേകമായിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു. കുട്ടികളൊക്കെ ഉസ്താദിന്റെ കയ്യിലുള്ള ആ പൊതി എന്തായിരിക്കും, ആ ഗിഫ്റ്റ് എന്തായിരിക്കും, അത് ആർക്ക് കിട്ടും, ആ ആകാംക്ഷയിലാണ് കുട്ടികൾ നിൽക്കുന്നത്. ആ ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ക്ലാസ്സിലേക്ക് ഉസ്താദ് ഒരു ചാർട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ ചാർട്ടിൽ മുഴുവനും അന്ന് പഠിപ്പിക്കുന്നത് ആപ്പിൾ എന്നാണെങ്കിൽ ആ ആപ്പിളിന്റെ വിവിധ രൂപം, വിവിധ കളർ, ഇതൊക്കെ ആയിരിക്കും അന്നത്തെ ചാർട്ട്. ആ ചാർട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഈ സാധനം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇതിനെന്താണ് പറയുക. ആ കുട്ടികൾ ഒന്നിച്ച് ആ സാധനം ഇങ്ങനെ ആ ഗിഫ്റ്റ് ഇങ്ങനെ തുറക്കുന്നതോടുകൂടെ ആകാംക്ഷാഭരിതരായി കാത്തു നിന്ന കുട്ടികൾ ആ ഗിഫ്റ്റ് തുറക്കുന്നതോടുകൂടെ കുട്ടികൾ ഒന്നിച്ച് പറയാൻ തുടങ്ങി, ആപ്പിൾ ആപ്പിൾ ആപ്പിൾ. ഇതാണ് പഠിപ്പിക്കുന്ന ഒരു രീതി. നബി മുഹമ്മദ് റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ എല്ലാം ഇങ്ങനെ സൊഫായിട്ട് നിർത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഇതാ 1 2 3, എന്റെ കയ്യിലുള്ള ഈ സാധനം നിങ്ങൾ ആരാണ് മത്സരിച്ച് അപ്പ കുട്ടികൾ ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവർ കുട്ടികൾ ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ചുമലിൽ കുറെ കുട്ടികൾ, റസൂലുള്ളാഹിന്റെ നെഞ്ചിൽ കുട്ടികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് കുട്ടികൾ ഇങ്ങനെ ഓടി കയറാണ്. യാ റബ്ബ് യാ റബ്ബ്, എന്തൊരു നല്ല അധ്യാപകൻ, എന്തൊരു നല്ല വല്യപ്പ, എന്തൊരു നല്ല ഫാദർ, എന്തൊരു നല്ല ഗ്രാൻഡ് ഫാദർ, എന്തൊരു നല്ല ടീച്ചർ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ ഇങ്ങനെ സൊഫാക്കി നിർത്തിയിട്ട് എന്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം ആരാണ് ആദ്യം വാങ്ങുന്നത്? ഒരു മത്സരം കുട്ടികൾക്ക് മുമ്പിൽ, കുട്ടികൾ മത്സരിച്ച് പഠിക്കുകയാണ്. ഈ അധ്യാപനം, ഈ ഒരു കരിക്കുലം നബി മുഹമ്മദ് റസൂലുള്ളാഹ്. വലഖദ് കാന റഹ്മത്തുഹു ബിൽ ഇയാലി തഹ്മിലുഹു അലാ യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമത ബിൻത് അബിൽ ആസ് ബിൻ റബീഅ ബിൻത് ഇബ്നതി സയ്യിദബ റളിയല്ലാഹു അൻഹ ഇത് കാനത്ത് ജാരിയത്തൻ ഫകാന ഇദാ സജദ വളഅഹ വഇദാ ഖാമ റഫഅഹ കമാ സബത ദാലിക ഫി സ്വഹീഹൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വീട്ടിലെ ഗ്രഹാന്തരീക്ഷവും പഠിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്കൊപ്പം ഗ്രാൻഡ് ഫാദർ, കുട്ടികൾക്കൊപ്പം ഫാദർ, കുട്ടികൾക്കൊപ്പം അധ്യാപകൻ, ടീച്ചർ, ആ രൂപത്തിൽ നബി തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന സംഭവം സഹീഹൈനിൽ റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രണ്ടിലും വരുമ്പോഴാണ് സഹീഹൈനി എന്ന കിതാബിൽ കാണുക. അത് രണ്ടിലും അഥവാ നമ്മൾ പറയുന്ന സംഭവം ഇസ്ലാമിൽ 22 കാരറ്റ് സ്വർണമാണ്. അത്ര നല്ല ഹദീദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു രീതിയിലാണ് മക്കളെ കൂടെ നിർത്തുന്നത്. എന്നിട്ട് നബി തങ്ങൾ പക്ഷേ അങ്ങനെയൊക്കെ കളിച്ചും രസിച്ചും നിൽക്കുമ്പോഴും 7 വയസ്സ് കഴിഞ്ഞ് കുട്ടി പരിശീലിക്കുന്നില്ലെങ്കിൽ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 7 വയസ്സായിട്ട് അവനോട് ഉപദേശിച്ചു, അവനെ ഉണർത്തി, അവനെ പഠിപ്പിച്ചു, അവനെ പ്രാക്ടീസ് കൊടുത്തു. പക്ഷേ അവനത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഫദ്രിബൂഹും അലൈഹ. പക്ഷേ എന്ത് വേണം? ളർബൻ ഗൈറ മുബരിഹ്, മുറിയാവാത്ത, പൊളിയാവാത്ത. അതേപോലെ തന്നെ കുട്ടി വല്ലാതെ പേടിച്ച് വിറക്കുന്ന തരത്തിലല്ലാതെ കുട്ടിക്ക് ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരടി കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്തത് ശരിയായില്ല, എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന വാപ്പ. എന്താണ് ഈ രണ്ടാമത്തെ ഹദീസ് വായിച്ചപ്പോൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളെ ഇങ്ങനെ എടുത്തിട്ട് ചുമലിൽ വെച്ചിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ റസൂലുള്ള ചെറിയ കുട്ടി വന്നിട്ട് ഇങ്ങനെ, സൈനബ് റളിയല്ലാഹു അൻഹയുടെ മോളുണ്ട് ഉസാമ, കുട്ടി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നബി തങ്ങൾ ആ കുട്ടി എടുത്തിട്ട് ചുമലിൽ ഇങ്ങനെ വെച്ചു. അല്ലാഹു അക്ബർ. റുക്കൂഇലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ എടുത്തുകൊണ്ട് താഴെ വെച്ചു.
അത്ര നല്ല ഉപ്പാപ്പ, അത്ര നല്ല വല്യപ്പ. യാ റബ്ബ് യാ റബ്ബ്. ആ വല്യപ്പയാണ് കുട്ടിയോട് നിസ്കാരം കൃത്യമില്ലാതെ വരുമ്പോൾ അല്ലാഹു റബ്ബി, ആ ഉപ്പാപ്പ കുട്ടിയെ ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചാൽ കുട്ടിക്കത് വലിയൊരു പാഠം തന്നെയാണ്. ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന, ഇത്രയധികം എന്നെ താലോലിക്കുന്ന, ഇത്രയധികം എന്നെ ഹൃദയത്തിൽ നെഞ്ചേറ്റിയ എന്റെ ഉപ്പാപ്പ, ഇത്രയധികം എന്നെ സ്നേഹിച്ച എന്റെ ഉസ്താദ്, അല്ലാ, ജീവിതകാലം മുഴുവനും കുട്ടിക്ക് ആ ചെറിയൊരു വേദന, ചെറിയൊരു വേദന. പക്ഷെ ആ വേദനിപ്പിക്കൽ ഇന്ന് പീഡനമായി വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ കുട്ടികൾക്ക് ഒരു അഴിഞ്ഞാട്ടമായി മാറി. കുട്ടികൾക്ക് ക്ലാസ് റൂമിലോ കുട്ടികൾക്ക് വീട്ടിലോ ആരെയും ഭയപ്പെടാനില്ല. മാത്രമല്ല, കുട്ടികളിലൊക്കെ ഒരു തെറ്റായ സന്ദേശം എത്തിക്കഴിഞ്ഞു. മൂത്ത കുട്ടിയെ വാപ്പ ഇങ്ങനെ ഗൗരവത്തിൽ പിടിച്ചിട്ട് അടി കൊടുക്കാൻ നോക്കുമ്പോൾ ചെറിയ കുട്ടി പോയിട്ട് വാപ്പാക്ക് ഇങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ എന്താ, പോലീസ് സ്റ്റേഷനിലെ നമ്പറാണ്. ഇത്രയധികം കൊച്ചു കുട്ടികളിൽ വിവരമെത്തി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് എന്താണ് കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്നത്? നന്മയും തിന്മയും തിരിച്ചറിയാത്ത ഒരു തരം ജീവിതം. ശകാരിക്കേണ്ടതും അതേപോലെ തന്നെ ശാസിക്കേണ്ടതുമായ രംഗങ്ങൾ. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെ കുറിച്ച് നാം ഇന്നലെ പറഞ്ഞു. റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചു. അവരെ ത്വലാഖ് ചൊല്ലിയിട്ട് ഒരു മരുമകൻ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തു. രണ്ടാമത്തെ അത് റുഖിയയുടെ ഭർത്താവ്, ഉമ്മു കുൽസൂമിന്റെ ഭർത്താവ് ഉത്ബത്ത്, അദ്ദേഹം പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് മക്ക ഫതഹിന്റെ കാലത്ത് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അതേ സമയത്ത് ആ മൂത്ത മോള് സൈനബ റളിയല്ലാഹു അൻഹ, സൈനബ ബിബി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു കൊടുത്ത് അബുൽ ആസ് ബിൻ റബീഅ, അബുൽ ആസ് എന്ന പേരുള്ള ആൾക്കാർ സൈനബ ബിബിയെ കല്യാണം കഴിച്ചു കൊടുത്തു. സൈനബ ബിബിയെ കല്യാണം കഴിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, സൈനബ ബിബിയും ഭർത്താവും ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും സ്നേഹങ്ങളും ബഹുമാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം നിറഞ്ഞ് പങ്കുവച്ചിരിക്കുന്ന കുടുംബ ജീവിതമാണ് അവരുടെ. സൈനബ ബിബിക്ക് ഭർത്താവിനോട് അതിരറ്റ സ്നേഹമാണ്, അതിരറ്റ ബഹുമാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ബഹുമാനപ്പെട്ട സൈനബ ബിബിയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്തായി, നബി തങ്ങൾ നബിയായി പ്രഖ്യാപിക്കപ്പെട്ടു. സൈനബ ബിബി റളിയല്ലാഹു അൻഹ വാപ്പയെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അബുൽ ആസ് ഇസ്ലാമിലേക്ക് വന്നില്ല. അന്നത്തെ നിയമം അനുസരിച്ചുകൊണ്ട് അവർക്ക് ഭാര്യ ഭർത്താക്കളായി തുടരുന്നതിന് കുഴപ്പമില്ല. നിയമം വരുമ്പോൾ അങ്ങനെയാണല്ലോ, ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കി വരികയാണ് ചെയ്യാൻ നിയമം. അതെന്തേ അന്ന് അങ്ങനെയെന്ന് ചോദിക്കാനില്ല. കുട്ടി ജനിച്ചപ്പോൾ കുട്ടി മൂത്രമൊഴിക്കുന്നത് കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. കുട്ടി ജനിച്ചു വളരുമ്പോൾ കുട്ടി കാഷ്ടിക്കുന്നത് ഉമ്മാന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ അതങ്ങനെ മാറി 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 വന്നു ഒരു നിശ്ചിത സമയമെത്തുമ്പോൾ കുട്ടി ബാത്റൂമിൽ പോയി മൂത്രമൊഴിക്കും. കുട്ടി ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ചിട്ട് ശുദ്ധീകരിക്കും. അപ്പൊ മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടി എവിടെ പോകാൻ തുടങ്ങി? ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി. ഇനി എത്ര കാലം ബാത്റൂമിൽ പോകണം? ഇനി കാലാകാലം ബാത്റൂമിൽ തന്നെ. അത് ഒരു നിയമത്തിന്റെ രീതി അങ്ങനെയാണ് വരിക. അതാണ് ഇസ്ലാമിന്റെ തുടക്കത്തിൽ അവിടെ നബി മുഹമ്മദ് റസൂലുള്ളാഹ്, അന്ന് ഭർത്താവ് മുസ്ലിം അല്ല, ഭാര്യ മുസ്ലിമാണ്. സൈനബ ബിബി റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം സ്വീകരിച്ചു, ഭർത്താവ് സ്വീകരിച്ചിട്ടില്ല. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ വരുന്നത്. ഹിജ്റ പോകാൻ സൈനബ റളിയല്ലാഹു അൻഹ തയ്യാറാണ്, പക്ഷേ ഭർത്താവ് തയ്യാറില്ലല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട സൈനബ ബിബി റളിയല്ലാഹു അൻഹ ഉപ്പയുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഉപ്പ, ഞാൻ ഭർത്താവിന്റെ കൂടെ ഞാൻ നിൽക്കട്ടെ? ഞാൻ ഉപ്പയുടെ കൂടെ മദീനയിലേക്ക് വരണോ? അതല്ല, ഞാൻ ഇവരെ കൂടെ നിൽക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴെങ്കിലും ഭാര്യക്ക് ഭർത്താവിനെയും കൂട്ടി പോരാൻ സാധിച്ചെങ്കിലോ എന്ന ആ വല്ലാത്ത ഒരു പ്രതീക്ഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് പറഞ്ഞു, മോളെ, നീ അബുൽ ആസിയുടെ കൂടെ നിന്നോ. അതിനൊരു പ്രത്യേക കാരണമുണ്ട് പറയാൻ. എന്താണ്? അബൂലഹബിനെ സ്വാധീനിച്ചുകൊണ്ട് 2 മക്കളെ തലാക്ക് ചൊല്ലിയല്ലോ ഇന്നലെ. നിങ്ങൾ മറന്നോ?
രണ്ട് മക്കളെയും തലാക്ക് ചൊല്ലി, വീട് കൂടുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലിയ സംഭവം നമ്മൾ ഇന്നലെ ആ സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അബൂജഹലും അതുപോലത്തെ വലിയ ആളുകളും ഇടപെട്ടുകൊണ്ട് അബുൽ ആസിയെ സമീപിച്ചു. അബുൽ ആസിയെ സമീപിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദിനെ നമുക്ക് ഇപ്പൊ തളർത്തണം, മാനസികമായി അവനെ പീഡിപ്പിച്ച് തളർത്തണം. അതിനെന്താ വഴി? അബൂ ലഹബ് കണ്ടില്ലേ, അവന്റെ വീട്ടിലേക്ക് കല്യാണം ചെയ്ത് രണ്ട് മക്കളെയും അവൻ ഒഴിവാക്കിച്ചു. ഇത് മുഹമ്മദിന് ഒരു പ്രഹരമാണ്, ഇത് മുഹമ്മദിന് ശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇതേപോലെ മുഹമ്മദിന്റെ മൂത്ത മകൾ നിന്റെ കൂടെയാണുള്ളത്, നീ തലാക്ക് ചെല്ലണം എന്ന് പറഞ്ഞു. പീഡിപ്പിക്കുക, ബഹിഷ്കരിക്കുക, ഒറ്റപ്പെടുത്തുക, ഇതിന്റെ ഒക്കെ പാരമ്പര്യം ചരിത്രത്തിൽ ധാരാളമുണ്ട്. അപ്പൊ അവരൊക്കെ കൂടെ വന്നിട്ട് അബുൽ ആസ് സൈനബിന്റെ ഭർത്താവിനോട് പറഞ്ഞു, നീ സൈനബിനെ ഒഴിവാക്കണം. അബുൽ ആസ് തയ്യാറായില്ല. അബുൽ ആസ് പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയുമായി ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല, അവൾ എനിക്കും ഞാൻ അവൾക്കും ശരിക്കും ഒരു ഹൃദയം അറിഞ്ഞ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മക്കൾ 2 3 ചിലപ്പോ 4 മക്കളായി, ഗൾഫിൽ തന്നെ അവർ ഒരുമിച്ച് ജീവിച്ചു. എന്നിട്ടും ഹൃദയം അറിഞ്ഞ ഒരു ബന്ധത്തിന് സാധിച്ചിട്ടില്ലാത്ത ഫാമിലികളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും പലപ്പോഴും. 2 3 മക്കളൊക്കെ ആയി ഒരുമിച്ച് താമസിച്ചിട്ട് ഇപ്പോഴും അവർ തമ്മിൽ കേസ്, പ്രശ്നങ്ങൾ, മാനസിക പൊരുത്തമില്ലായി. അല്ലാഹു റബ്ബി അബുൽ ആസിയോട് പറഞ്ഞു, നിന്റെ ഭാര്യയെ നീ ത്വലാഖ് ചൊല്ലിയേ പറ്റൂ, നിർബന്ധിച്ചു അവർ. പക്ഷെ അബുൽ ആസി പറഞ്ഞു, ഞാൻ ചെയ്യുകയില്ല, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു ഗുണം അബുൽ ആസി ചെയ്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മോള് സൈനബ് പറഞ്ഞു, ഉപ്പ ഞാൻ ഭർത്താവിന്റെ കൂടെ നിൽക്കട്ടെ, ഞാൻ ഹിജറ പോരാതെ ഇവിടെ തന്നെ നിൽക്കട്ടെ. നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ അതിന് സമ്മതം കൊടുത്തു, നീ ഭർത്താവിന്റെ കൂടെ നിന്നോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. മദീനയിലെ ജീവിതത്തിൽ അവിടെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നു. മദീന ഒരു സൊസൈറ്റി ആക്കിയിട്ട് ഒരു റിപ്പബ്ലിക് ആക്കി മാറ്റിയെടുക്കുന്ന മധ്യേ ഹിജറ 2-ാം വർഷം ഏത് നടക്കുകയാണ്? ബദർ അതാണ് ശീലായത് മാറൂല. ബദർ സമരം നടക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് ബദറിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കൂടി വന്നിരിക്കുന്ന കൂട്ടത്തിൽ ആരുണ്ട്? സൈനബിന്റെ ഭർത്താവുണ്ട്. സൈനബിന്റെ ഭർത്താവിന് വലിയ നിർവാഹമുള്ളൂ. എന്താ കാര്യം? ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ ബദറിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ബദറിലേക്കുള്ള പടയാളികളെ കൂട്ടത്തിൽ സൈനബിന്റെ ഭർത്താവും പോയി. ബദർ സമരം അതൊരു വലിയ വഴിത്തിരിവായി, ഏറെ പ്രശ്നങ്ങളായി. അല്ലാഹു റബ്ബി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ. ഒരു വലിയ വ്യൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദറിലെ അവർക്ക് പരാജയവും മുഅ്മിനീങ്ങൾക്ക് രക്ഷയും കിട്ടിയ ആ പ്രത്യേക സമയത്ത് യുദ്ധത്തടവുകാരായി പ്രഖ്യാപിക്കപ്പെട്ട കൂട്ടത്തിൽ, യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട കൂട്ടത്തിൽ സൈനബിന്റെ ഭർത്താവ് അബുൽ ആസ്, സൈനബിന്റെ ഭർത്താവ് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട കൂട്ടത്തിലുണ്ട്. അപ്പൊ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവർക്ക് 2 മാർഗമാണുള്ളത്. ഒന്ന് തടവുകാരായിട്ട് അടിമയായി കഴിയുക. രണ്ടാമത്തെ ഒരു മാർഗം യുദ്ധത്തടവുകാർക്ക് അവർക്ക് ഗവൺമെന്റിന് ഫിദിയ കൊടുത്തുകൊണ്ട് മോചനപത്രം എഴുതിയിട്ട് അവർ രക്ഷപ്പെടുക, അവരെ ഒഴിവാക്കി കൊടുക്കുക. അപ്പൊ ഖുറൈശികളായ ആളുകൾ അവരെ മോചിപ്പിക്കാൻ വേണ്ടി എന്ത് കൊടുക്കണം? ഗവൺമെന്റിന്, ഭരണകൂടത്തിന് സംഗതികൾ കൊടുക്കണം, ഇത്ര സംഖ്യ എന്ന് കണക്കാക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ ആളുകളും അവരെ മോചിപ്പിക്കേണ്ട രംഗം വന്നപ്പോൾ സൈനബിന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ സൈനബ് റളിയല്ലാഹു അൻഹയാണ് മോചനദ്രവ്യം കൊടുത്തയക്കുന്നത്. ജാമ്യസംഖ്യ എന്ന് പറയാൻ നമ്മളെ ഭാഷയിൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ശരിക്കുള്ള ജാമ്യസംഖ്യ എന്നല്ല അതിന് പറയേണ്ടത്, മനസ്സിലാക്കാൻ പറയാം. ജാമ്യസംഖ്യ കൊടുക്കണം. നബി മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഓരോ ആളുകളെ മോചിപ്പിക്കാനുള്ള ജാമ്യസംഖ്യ ഇങ്ങനെ വന്നു. അപ്പൊ ആ സമയത്താണ് അബുൽ ആസിയെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ചിരിക്കുന്ന ജാമ്യസംഖ്യ ഏതാണെന്നറിയോ? സൈനബ് റളിയല്ലാഹു അൻഹ കൊടുത്തയച്ചിരിക്കുന്നത് അവർക്ക് മഹറായി നൽകിയിരിക്കുന്ന മാലയാണ്.
ആ മഹറായി നൽകിയിരിക്കുന്ന മാല ഏതാണെന്നറിയോ? അത് ബഹുമാനപ്പെട്ട ഉമ്മ ബീവി ഖദീജത്തുൽ കുബ്ര, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും അല്ലാഹു റബ്ബി എല്ലായ്പ്പോഴും മുത്തുനബിയുടെ കൂടെ നിന്ന ബീവി ഖദീജ. ഒരു അവസരം ഉണ്ടാകുമ്പോഴേക്കും റസൂലുള്ളാഹിക്ക് ഖദീജ ബീവിയെ ഓർമ്മയാകും. ഖദീജയെ പറ്റി വല്ലാതെ പറയുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരുമകനെ അഥവാ സൈനബിന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി ജാമ്യസംഖ്യ കൊടുത്തയച്ച കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഈ മാല ഇങ്ങനെ കണ്ടപ്പോൾ നബി തങ്ങൾക്ക് ഖദീജുവിനെ ഓർമ്മ വന്നു. അല്ലാ, ഇത് ഖദീജ മോൾക്ക് കൊടുത്ത സാധനമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോഴേക്കും ഖദീജ ബീവിയെ കുറിച്ച് ഓർമ്മ വന്നു. സ്വഹാബാക്കൾ എല്ലാവരും കൊണ്ട് റസൂലുള്ള സ്വഹാബാക്കളോട് ചോദിച്ചു, ഇത് എന്റെ മോള് അവളെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ചതാണെങ്കിലും ഇതെന്റെ ഖദീജുവിന്റെ മാലയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ ചെയ്യാം. ഇത് മോൾക്ക് തന്നെ തിരിച്ചു കൊടുത്താലോ എന്റെ ഖദീജുവിനെ വിചാരിച്ചിട്ട്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആഴം നമ്മൾ നോക്കണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഖദീജ ബീവിയും തമ്മിലുള്ള അങ്ങേയറ്റത്തെ ഒരു മാനസിക പൊരുത്തം അത് കണ്ടു വളർന്ന മോളാണ് മൂത്ത മകൾ ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. ബദറിലേക്ക് റസൂലുള്ളാഹിക്ക് എതിരിൽ പോയ ആളായിരുന്നിട്ട് പോലും അവരെ മോചിപ്പിക്കാൻ, ഭർത്താവിനെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്താൻ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ ഒരിക്കലും ഒരു പെണ്ണ് കൊടുക്കാൻ തയ്യാറാകാത്ത ആഭരണമാണ് മാല, സ്വർണ്ണമാല അല്ലേ? അല്ലാഹു റബ്ബി അത് കൊടുത്തയച്ചു. ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഒരു ആഴം, ആ ബന്ധത്തിന്റെ ഒരു പ്രത്യേകത, അതാണ് നമ്മളൊക്കെ അറിയേണ്ടത്. ഒരാളെ ഒരു ഇണയും തുണയും എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒപ്പത്തിനൊപ്പം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി മുശാവറക്ക്, ആ മുശാവറയിൽ വെച്ചുകൊണ്ട് സ്വഹാബാക്കളെല്ലാം പറഞ്ഞു, നബിയേ, അബുൽ ആസിയെ നമുക്ക് മോചിപ്പിക്കാം. മുത്ത് നബിയുടെ മോളെ ആഭരണം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. അങ്ങനെ തീരുമാനമായി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹി തങ്ങൾ അബുൽ ആസിയെ സഭയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ആഭരണം ഞാൻ നിന്നെ തിരിച്ചേൽപ്പിക്കാണ്. ഇത് സൈനബിന് തന്നെ കൊടുക്കണം. പക്ഷേ നിന്നെ മദീനയിൽ നിന്നെ അറസ്റ്റ് ചെയ്യാതെ മക്കത്തേക്ക് തിരിച്ചയക്കാം. മോചനപത്രം എഴുതി പോകുന്ന ആളുകളെ കൂട്ടത്തിൽ നിനക്കും പോകാം. പക്ഷേ ഒരു നിബന്ധന നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താണ് നിബന്ധന? സൈനബിനോട് മദീനയിലേക്ക് വരാൻ സമ്മതം കൊടുക്കണം. സൈനബ് എവിടെയാണുള്ളത്? മക്കയിലാണുള്ളത്. സൈനബിന് എന്ത് ചെയ്യണം? മദീനയിലേക്ക് വരാൻ സമ്മതം കൊടുക്കണം. അതെന്തേ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതിന് കാരണം അപ്പോൾ നിയമം വന്നിട്ടുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾക്ക് ഖുർആന്റെ വഹി വന്നിട്ടുണ്ട്. ഇനി ബദർ കഴിഞ്ഞു. ഇനി മുസ്ലിമും ആയി നിൽക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മുസ്ലിം ആകാത്ത ഭർത്താവ് ഇനി മോളെ കൂടെ താമസിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് മോളെ എങ്ങോട്ടേക്ക് തിരിച്ചയക്കണം? മദീനയിലേക്ക് തിരിച്ചയക്കണം. അപ്പൊ ആ മാല ഭർത്താവിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൈനബിനെ മദീനയിലേക്ക് തിരിച്ചയക്കണം. അപ്പൊ ആ കരാർ സ്വീകരിച്ചുകൊണ്ട് അബുൽ ആസ് മദീനയിൽ നിന്ന് തടവുകാരെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പോകുന്ന കൂട്ടത്തിൽ അബുൽ ആസ് രക്ഷപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ മോള് കൊടുത്തയച്ചിരിക്കുന്ന ആഭരണവും കൊണ്ട് തിരിച്ചു ചെന്നിട്ട് ആ ആഭരണം മോളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അബുൽ ആസ് പറഞ്ഞു, ഉപ്പ നിന്നോട് മദീനയിലേക്ക് നിന്നെ വിളിക്കുന്നുണ്ട്, നിനക്ക് മദീനയിലേക്ക് പോകാം, ഞാൻ തടസ്സം നിൽക്കുന്നില്ല. ആ സമയത്ത് ഫാത്തിമ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിചാരകനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, മുത്തനബിന്റെ വീട്ടിൽ ചെറിയ പ്രായത്തിൽ തന്നെ കൂടെ നിൽക്കുന്ന കുട്ടിയാണ്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൂടെ അയച്ചിട്ടുണ്ട്. മക്ക അതിർത്തിയിൽ സെയ്ദ് ബിൻ ഹാരിസ തങ്ങൾ നിൽക്കുന്നുണ്ട്. അബുൽ ആസ് എന്ത് പറഞ്ഞു? അബുൽ ആസ് പറഞ്ഞു അനുജൻ അമ്രിനോട് പറഞ്ഞു, അമ്രേ, നീ നിന്റെ ഇത്താത്തയെ കൂട്ടിയിട്ട് മക്ക അതിർത്തിയിൽ സെയ്ദ് ബിൻ ഹാരിസ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ മോളെ ഒന്ന് സഹായിച്ചു കൊടുക്കണം. അങ്ങനെ അനുജന്റെ കൂടെ ബഹുമാനപ്പെട്ട
സൈനബ് റളിയല്ലാഹു അൻഹയെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചവർ പുറപ്പെട്ടു. വഴിയിൽ വെച്ചുകൊണ്ട് ശത്രുക്കൾ വിവരമറിഞ്ഞു. അവർ യാത്രക്ക് തടസ്സം നിന്നുകൊണ്ട് അവരെ വളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അമ്രും അതേപോലെ തന്നെ സൈനബ ബീവിയും യാത്ര ചെയ്യുന്ന വാഹനത്തെ തടഞ്ഞു നിർത്തിയപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ആ സമയത്ത് ഗർഭിണിയാണ്. അവര് തമ്മിലുള്ള ആ സംഘട്ടനത്തിൽ, ആ വലിയ ഏറ്റുമുട്ടലിൽ സൈനബ് റളിയല്ലാഹു അൻഹയെ അവര് വാഹനപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ടു. ഗർഭിണിയായ മുത്തനബിയുടെ മോള് ആ വീഴ്ചയുടെ ആഘാതത്തിൽ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഗർഭം അലസി, ശരീരമാകെ ചോരയിൽ കുളിച്ചു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹ മോളെയും കൊണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഗർഭം അലസിയിട്ട്, നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു പെണ്ണിന്റെ ഒരു ബുദ്ധിമുട്ട് എത്രയുണ്ടാകും. വാഹനപ്പുറത്തുനിന്ന് തള്ളിയിട്ടതിന്റെ ആഘാതത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഗർഭം അലസിയിട്ട് രക്തത്തിൽ കുളിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ മുത്തുനബി കാത്തു നിൽക്കുമ്പോൾ സൈനബ് വരുന്നത് ചോരയിൽ കുളിച്ച ഡ്രസ്സുമായിട്ടാണ്. ആ രംഗം കാണുന്ന ഉപ്പയുടെ വിഷമം എത്രയുണ്ടാകും, നിങ്ങൾ ഓർത്തു നോക്കൂ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലാതെ മനസ്സുകൊണ്ട് വേദനിച്ചെങ്കിലും മോളെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. നമ്മൾ ജീവിതത്തിൽ പഠിക്കണം. ജീവിതത്തിൽ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും. ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും തന്നെ ഏറെ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. ചിലപ്പോൾ രക്തബന്ധത്തിലുള്ളവരിൽ നിന്ന്, ചിലപ്പോൾ വിവാഹ ബന്ധത്തിലുള്ളവരിൽ നിന്ന്, ചിലപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ വരും. സൈനബ് റളിയല്ലാഹു അൻഹ മദീനയിലെത്തി. പക്ഷേ സൈനബിന്റെ മനസ്സിൽ ഭർത്താവിനെ സംബന്ധിച്ചും ഭർത്താവിന്റെ മനസ്സിൽ സൈനബിനെ സംബന്ധിച്ചും നല്ല പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. മദീനയിൽ താമസം ആരംഭിച്ചപ്പോൾ സൈനബ് ഒരിക്കലും ഇനി മറ്റൊരു ഭർത്താവിനെയോ മറ്റൊരു കല്യാണത്തെ പറ്റിയോ സൈനബ് ഒരിക്കലും ആഗ്രഹിച്ചില്ല. സൈനബ് വാപ്പയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. മദീനയിലേക്ക് ആളുകൾക്ക് സ്വതന്ത്രമായി വരാനുള്ള അവസ്ഥയായി. ഹുദൈബിയ സന്ധി കഴിഞ്ഞു. ആളുകളൊക്കെ മദീനയിലേക്കും മക്കയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പോക്കുകളും കാര്യങ്ങളും ഒക്കെ സന്തോഷകരമായി. ആ സമയത്ത് അബുൽ ആസിയുടെ മനസ്സിലൊരു മാറ്റം വന്നു. ഇസ്ലാം മതം സ്വീകരിക്കണം. സൈനബിന്റെ ഭർത്താവ് അബുൽ ആസ്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ആഗ്രഹവുമായി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മദീനയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എത്തിച്ചേർന്നു. ഷഹാദത്തി കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടെ ഹബീബ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബിനെ അബുൽ ആസിക്ക് തിരിച്ചു കൊടുത്തു. അവർ രണ്ടുപേരും മദീനയിൽ ഭാര്യ ഭർത്തൃ ജീവിതം ആരംഭിക്കാൻ. ഹബീബുനാ റസൂലുള്ളാഹ് ആ ജീവിതത്തിൽ അവർക്ക് ജനിച്ചിരിക്കുന്ന മക്കൾ ഒന്ന് അലി എന്ന കുട്ടി, മറ്റൊന്ന് ഉമാമ എന്ന കുട്ടി. അലി എന്ന കുട്ടി നേരത്തെ തന്നെ മരണപ്പെട്ടു പോയി. ഉമാമ പിന്നീട് വളർന്ന് റസൂലുള്ളാഹിന്റെ മടിത്തട്ടിൽ വളർന്ന മോളാണ്. ഉമാമ വളർന്ന് വലിയ പെൺകുട്ടിയായപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം പിന്നീട് അലി റളിയല്ലാഹു അൻഹു ആ ഉമാമയെ കല്യാണം കഴിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ഉമാമയും ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളുണ്ടല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി ബന്ധത്തിൽ അവർക്ക് ജനിച്ചിരിക്കുന്ന മക്കളുണ്ട്. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അതോടൊപ്പം മറ്റൊരു കുട്ടിയാണ് മുഹസ്സിൻ അല്ലല്ലോ, മുഹസ്സിൻ ആണ് ആ കുട്ടി. കിതാബുകളിലൊക്കെ അവിടെ മുഹസ്സിൻ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. ഉമ്മു കുൽസൂം, സൈനബ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ കുട്ടികളൊക്കെ ചേർത്തുകൊണ്ട് അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ ജീവിതത്തിന്റെ ദുഃഖമുള്ള സമയങ്ങളിൽ നബി തങ്ങൾ കുട്ടികളൊപ്പം ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കളിപ്പിക്കും, കുട്ടികളെ വല്ലാതെ താലോലിക്കും. അതാണ് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്.
വേദനയും വിഷമവും ഒക്കെ ഒരു കുടുംബ ജീവിതത്തിൽ പറഞ്ഞതാണ്. അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതം കണ്ട നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നാം തളരണോ? എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ തളർന്നു. ഒരു ചെറിയ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അല്ലേ, അപ്പോഴേക്ക് നമ്മൾ ഹബീബുനാ റസൂലുള്ളാഹ്. ഇവിടെയാണ് മുഹമ്മദ് അബ്ദു യമാനി റഹ്മത്തുള്ളാഹി അലൈഹി. മുഹമ്മദ് അബ്ദു യമാനി എന്ന് പറഞ്ഞാൽ സൗദിയിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ്. ഭൂഗർഭശാസ്ത്രത്തിൽ വളരെ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആളാണ്. സൗദിയിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ലോകത്ത് തന്നെ ആദ്യമായി ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഒരു ചാനൽ, ഒരു ടെലിവിഷൻ ചാനൽ അക്കാലത്ത് തുടങ്ങിയത് മുഹമ്മദ് അബ്ദു യമാനിയാണ്. അദ്ദേഹം വലിയ പണക്കാരനായ പണ്ഡിതനാണ്. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധിക കിതാബുകളും മഹബത്ത് സംബന്ധമായിട്ടാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അല്ലിമൂ ഔലാദക്കും മഹബത്ത് റസൂലില്ലാഹി. ചെറിയൊരു ഗ്രന്ഥമാണ് അല്ലിമൂ ഔലാദക്കും മഹബത്ത് റസൂലില്ലാഹ്. ആ കിതാബ് ലോകത്ത് ചൂടപ്പം പോലെ. അത് ഓരോ എഡിഷൻ വരുമ്പോഴേക്കും അത് അപ്പോൾ തന്നെ അന്ന് തന്നെ മാർക്കറ്റിൽ കഴിഞ്ഞു പോകും. അത്രയധികം ഡിമാൻഡുള്ള, നമ്മളെ മലയാളത്തിൽ ഉൾപ്പെടെ 20 ഭാഷകളിൽ ആ ഗ്രന്ഥത്തിന്റെ വിവർത്തനമുണ്ട്. അതിന്റെ ആരംഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിന്റെ പേര് തന്നെ അല്ലിമൂ ഔലാദക്കും, വളർന്നു വരുന്ന തലമുറക്ക് നിങ്ങൾ പഠിപ്പിക്കണം മഹബത്ത് റസൂലില്ലാഹ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിനെ നിങ്ങൾ വളർന്നു വരുന്ന തലമുറക്ക് പഠിപ്പിക്കണേ. അതിന്റെ പേര് തന്നെ അതാണ്. നിങ്ങളെ മക്കൾക്കും പേരമക്കൾക്കും, അങ്ങനെ പുതിയ യുഗത്തിൽ വരുന്ന മക്കൾക്ക് നിങ്ങൾ ഹുബ്ബുൻ നബി പഠിപ്പിക്കണം. അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം 2 പേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാതാപിതാക്കളിലേക്ക്, ഗുരുനാഥന്മാരിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങൾ അധ്യാപകരും മാതാപിതാക്കളും പഠിക്കണം. എന്തൊരു സംഭവം കുട്ടിയുടെ മുമ്പിൽ വരുമ്പോഴും കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദാഹരണപ്പെടുത്തി പറയണം. ഹുബ്ബുർ റസൂൽ കുട്ടികളെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? കുട്ടികളെ മുമ്പിൽ എന്തൊരു വിഷയം വന്നാൽ, ഒരു കളിയുടെ വിഷയം, ഒരു കുളിയുടെ വിഷയം, ഒരു ഉദൂഹിന്റെ വിഷയം, ഒരു ഭക്ഷണത്തിന്റെ വിഷയം, ഒരു ഡ്രസ്സിന്റെ വിഷയം, ഏത് വിഷയം കുട്ടികളുടെ മുമ്പിൽ വരുമ്പോഴും അവിടെയൊക്കെ മാതാപിതാക്കൾ ആരെ ഉദാഹരണമായി പറയണം? നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ, മുത്തുനബി അവിടെ ഇന്ന മാതിരിയായിരുന്നു. മക്കളെ, റസൂലുള്ള ചെയ്തത് ഇന്ന പോലെയാണ്. മക്കളെ, റസൂലുള്ള പറഞ്ഞത് ഇന്ന പോലെയാണ്. മക്കളെ, റസൂലുള്ള ചെയ്തത് ഇന്ന പോലെ. ഇങ്ങനെ പറയാൻ മാതാപിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും സാധിക്കണം. നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലിമു ഔലാദക്കും, നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ആ നിലക്കാണ്. അപ്പൊ നബിതങ്ങളെ പറ്റി ഏതൊരു സംഭവം പറയുമ്പോഴും നമ്മൾ കുട്ടികളോട് നമ്മൾ കൽപ്പിക്കുമ്പോൾ, മക്കളെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. എന്തേ? നബി മുഹമ്മദ് റസൂലുള്ളാഹ് കാന യുഹിബ്ബു തയാമുന ഫീ ഉമൂരി കുല്ലിഹാ. എല്ലാ വിഷയത്തിലും നബിതങ്ങൾ വലത്തേതിനെയാണ് മുന്തിക്കുക. ഏത് വിഷയത്തിലും വലത്തേതിനെയാണ് മുന്തിക്കുക. ഞങ്ങൾ ആ ചരിത്രം പഠിച്ചു വെക്കണം. ഒരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ നബിതങ്ങളെ സഭ മദീന പള്ളിയിൽ, ഇടക്കിടക്ക് മദീനത്തെ പള്ളിയിൽ എന്ത് വരും? ഒരു ഒട്ടകം പ്രസവിച്ചു, അതിന്റെ പാല് വരും. ചിലപ്പോൾ ആട് പ്രസവിച്ചു, അതിന്റെ പാല് വരും. അങ്ങനത്തെ പുതിയ പുതിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും അതെന്താകും? പള്ളിയിലേക്ക് കൊടുത്തേക്കും. പള്ളിയിൽ ആരുണ്ട്? റസൂലുള്ളാഹിന്റെ കൂടെ അഹ്ലുസുഫ, അവിടെ മുത്തുനബിന്റെ കൂടെ പഠിച്ചു ജീവിക്കുന്ന ആളുകളുണ്ട്. 70ഓളം വരുന്ന അഹ്ലുസുഫയുടെ ആളുകളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പാല് വരും. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തെ പള്ളിയിൽ എന്തുണ്ടായിരുന്നു? 313 പത്തിരി പള്ളികൾക്ക് അല്ലേ? ഇപ്പൊ പള്ളിക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നേ നോക്കണ്ടോ, അല്ലാതെ അങ്ങോട്ട് കൊടുക്കണത് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. പള്ളി പല സാധനങ്ങളും പള്ളിയിലേക്ക് ചീർണി, സലാത്തിലേക്ക് ചീർണി. ഇവിടെയൊക്കെ കണ്ടെങ്കിൽ ഇന്നിപ്പോ നമ്മളിവിടെ ചീർണി ഒരു സ്ത്രീയുടെ വകയാണ് എന്ന് പറഞ്ഞു നമ്മൾ ഇർഫാനി. അള്ളാഹു ആ സഹോദരിക്ക് റഹ്മത്ത് കൊടുക്കുമാറാണ്, രോഗത്തിന് ശിഫ കൊടുക്കണേ അള്ളാഹ്. ഇന്നത്തെ മുഴുവൻ ആളുകൾക്കും ഉള്ള ഒരു ചീർണി ഒരു ഉമ്മയുടെ വകയാണ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഒരു ഉമ്മ സ്വയം അതിനൊരു സഹോദരി തയ്യാറായപ്പോൾ ഒരു പക്ഷേ മറ്റ് സഹോദരിമാരും അത് കണ്ട് നാളെ തന്നു വന്നേക്കും. അള്ളാഹു എല്ലാവർക്കും ഖൈർ കൊടുക്കുമാറാവട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ സദസ്സിൽ ഒരിക്കൽ ഒരു പാല് വന്നു. ആ പാലിങ്ങനെ വന്നപ്പോ സ്വഹാബാക്കൾ ഇങ്ങനെ അബീ ഹുറൈറ റളിയല്ലാഹുവിനെ പോലത്തെ സ്വഹാബാക്കൾ വിശന്ന് നിൽക്കല്ലേ. അല്ലാഹു റബ്ബി, പാലിനെ റസൂലുള്ളാഹി ത്വാമിന്റെ കൂട്ടത്തിലാണ് എണ്ണിയത്. പാലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതിലല്ല എണ്ണിക്കുന്നത്?
കുടിക്കണ കൂട്ടത്തിലല്ല എണ്ണിയത്, ഭക്ഷണത്തിന്റെ കൂട്ടത്തിലാണ് എണ്ണിയിരിക്കുന്നത്. എന്തുകൊണ്ട്? അത്രയധികം ശരീരത്തിന് എനർജി നൽകുന്ന സാധനങ്ങളൊക്കെ അടങ്ങുന്നതാണ് ഏത്? പാല്, അമ്മിഞ്ഞ പാൽ. കുട്ടിയുടെ ദാഹത്തിനും ക്ഷീണത്തിനും വിശപ്പിനും ആരോഗ്യത്തിനും ഒക്കെ പാല് എന്താണ്? ഭക്ഷണമാണ്. പാലിനെ ത്വാമിന്റെ കൂട്ടത്തിലാണ് പലപ്പോഴും ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ ഒരു പാത്രത്തിൽ പാല് വന്നു. ആ പാല് കണ്ടപ്പോ തന്നെ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു, യാ അബാഹിർ എന്ന് വിളിച്ചു. സന്തോഷം ഉണ്ടാകുമ്പോ റസൂലുള്ളാഹി അങ്ങനെ വിളിക്കാം, യാ അബാഹിർ എന്നാ വിളിക്കാം. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, മോനെ എന്നൊരു വിളിക്കൽ. ചിലപ്പോ മോനെ എന്ന് വിളിക്കും, നമ്മള് കുഞ്ഞുമോനെ എന്ന് വിളിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഒരു സ്നേഹിച്ചു വിളിക്കും. ആ വിളിയാണ് റസൂലുള്ളാഹി, യാ അബാഹിർ. അബൂ ഹുറൈറ റളിയല്ലാഹു ലബ്ബൈക യാ റസൂലല്ലാഹ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആ പാലൊന്ന് പാത്രത്തിൽ ഒഴിച്ചോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പാലൊക്കെ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു, ഒക്കെ റെഡിയാക്കി. വിതരണത്തിന് സമയമായപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ്, നമ്മുടെ ഭാഷയിൽ പറയാം, ഒരു പാത്രം പാല് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. നബി മുഹമ്മദ് മുസ്തഫ ആ പാലിന്റെ പാത്രം അബൂ ഹുറൈറയിൽ നിന്ന് വാങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വഹാബാക്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നബി തങ്ങളുടെ മുമ്പിൽ ഒരു ക്രമപ്രശ്നം. എന്താ ക്രമപ്രശ്നം? രണ്ട് ആശയം നബി തങ്ങൾ സ്വഹാബാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് വലത്തേതിനെ മുന്തിക്കണം മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തേത് വലിയവരെ മുന്തിക്കണം മുഹമ്മദ് റസൂലുള്ളാഹ്. കണ്ടോ അല്ലേ? വലിയ ആളുകൾക്ക്, പ്രായമുള്ള ആളുകൾക്ക് കിട്ടേണ്ടത് ഒരു ആദരവും ഒരു പരിഗണനയുമാണ്. അപ്പൊ പ്രായമുള്ളവരെ ആദരിച്ച് അവരെ പരിഗണിക്കണം. അപ്പൊ ഒരു സഭയിലൊക്കെ ഇപ്പോ പ്രായമുള്ളവരും മുതിർന്നവരും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ അവർക്ക് പ്രത്യേക സീറ്റ് കൊടുക്കുക, അവരെ പരിഗണിക്കാം. അതൊരു വല്ലാത്ത സംഗതിയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന രണ്ട് പ്രത്യേക സുന്നത്താണ്, രണ്ട് പ്രത്യേക അദബാണ്. ഏത്? ഒന്ന് വലിയവരെ മുന്തിക്കുക, രണ്ടാമത്തത് വലത്തേതിനെ മുന്തിക്കുക. രണ്ടാമത്തത് എന്നല്ല, രണ്ട് ഒന്നിന്. അങ്ങനെ ഈ രണ്ട് പ്രശ്നം നബിതങ്ങൾ പഠിപ്പിച്ചതുണ്ട്. പക്ഷേ പാലിങ്ങനെ ഓഹരി ചെയ്ത് റെഡിയാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നബി തങ്ങൾ അത് ഓഹരി ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ യാദൃച്ഛികമായി സഭ ഇരുന്നിരിക്കുന്നത് എങ്ങനെ? സഭ ഇരുന്നിരിക്കുന്നത് വലിയ ആളുകൾ ഇടഭാഗത്ത്, ചെറിയ പ്രായമുള്ള കുട്ടികൾ വലഭാഗത്ത്. അങ്ങനെയാണ് അന്നത്തെ സഭയുടെ ഇരുത്തം വന്നിരിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ അഷതക്കൊക്കെ ചെല്ലിയിട്ടാണ് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അങ്ങനെയാണ് ഇരിക്കുമ്പോ യാദൃശ്ചികമായിട്ട് എന്താകും? അങ്ങനെ വന്ന ഇരുത്തമാണ്. റസൂലുള്ളാഹി തങ്ങൾ പാലിന്റെ പാത്രം ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ വലഭാഗത്തെ മുന്തിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ആർക്ക് കൊടുക്കണം? ചെറിയ കുട്ടികൾക്ക് കൊടുക്കണം, അല്ലേ? ഈ വലിയവരെ മുന്തിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം എവിടുന്ന് കൊടുക്കണം? ഇടഭാഗത്ത് നിന്ന് കൊടുക്കണം. ഞമ്മക്കാണെങ്കിൽ എളുപ്പമുണ്ട്, എന്താ? നമ്മളിത് എളുപ്പം കഴിഞ്ഞു, കുട്ടികളെ പോയിടണം, അല്ലേ? ഞമ്മക്ക് നാട്ടിൽ എങ്ങനെയൊക്കെയോ ശീലിച്ച കാര്യങ്ങളുണ്ട്, അത് മാറ്റിയെടുക്കാൻ വലിയ പണിയാണ്. ഇപ്പോഴൊക്കെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആൾക്കാർ, കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയി. ഇപ്പൊ ഈ കൊല്ലമൊക്കെ ഹജ്ജിന് വന്ന കൂട്ടത്തിൽ ഒരു 100 10-12 വലിയ വയസ്സായവരുള്ളൂ. മറ്റേതൊക്കെ കുറച്ച് ചെറുപ്പക്കാരൊക്കെയാണ്. പഴയ കാലത്ത് നമ്മൾ ഹജ്ജിന് പോണ സമയത്ത് ഈ വയസ്സുള്ള ആൾക്കാരെയും കൊണ്ടുപോകും. നമ്മളെ കേരളത്തിൽ എന്താണ്? തുണി കൊടുത്താലപ്പം ഇങ്ങനെ മാടിക്കുത്തുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ പറയുക? മടക്കിക്കുത്ത്. ഒന്ന് മടക്കുത്ത്. ഇപ്പൊ അടച്ചവനെ ഇഹ്റാമിന്റെ തുണി എടുത്തിട്ട് മടക്കുത്തിനാണ്. എന്തെങ്കിലും ചിരിച്ചാൽ മതി. ഇഹ്റാമിന്റെ തുണിയാണ് കൊടുത്തേക്കണത്. എന്നിട്ട് മക്കത്തെ കാബത്തിന്റെ അടുത്ത് കൂടെ ഇതിങ്ങനെ മടക്കുത്തിയിട്ട് നടന്ന എന്താ ഇതിന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചിട്ട്? അല്ലാഹു റബ്ബി. എന്നാ ഈ പ്രായമുള്ള ആൾക്കാരോട് ആദ്യം, ആ പ്രായമുള്ള ആൾക്കാരോട് വല്യപ്പ എന്താ നിങ്ങളെ പരിപാടി? ഇങ്ങനെ അല്ലാ, അത് പറയാൻ പറ്റൂല. പ്രായമുള്ള വല്യപ്പാരല്ലേ, പ്രായമുള്ള വല്യപ്പാനോട് പറയാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ ചെയ്യല്? ഈ പ്രായമുള്ള ആൾക്കാർ തുണി മടക്കുത്തി, ഞാൻ പിന്നെ എടുത്തു കൂടെ ഇങ്ങനെ പോയിങ്ങാണ്ട് തുണി കഴിച്ചോളൂ, നല്ല മടക്കുത്ത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഒരു വയസ്സായ ആളോട് ഞാൻ 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു, മടക്കുത്ത് കഴിച്ചാൽ മതി മോചാ നിങ്ങൾ പറഞ്ഞത്. അത് ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താ സംഗതി? ഒരുപാട് കാലായിട്ട് അവർ ചെയ്തു പോരുന്നതാണ്. തുണി എടുത്താൽ അപ്പം എന്താക്കാം? നിങ്ങൾ ഈ ഗൾഫുകാരെങ്കിലും നാട്ടിൽ വന്ന് തുണി എടുത്തിട്ട് മടക്കുത്താതെ ജീവിക്കണം. വലിയൊരു അയവുള്ള സംഗതിയാണ് നമ്മുടെ നാട്ടിൽ. അല്ലാഹു. ചില ആൾക്കാരാണ് മടക്കുത്തി നോക്കിയാലോ ഇനി വേറൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു വല്ലാത്ത മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അയവുള്ള സംഗതിയാണ്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ 6 മാസം മഴയും മറ്റൊക്കെ ആയപ്പോ നജസ് തെറിക്കാതിരിക്കാതൊക്കെ ആയിരിക്കാം അങ്ങനെ ഉണ്ടായത്. നമ്മൾ ഏതിനും ഒരു നന്മ ഉണ്ടല്ലോ,
ഏതിനും ഒരു നന്മയുണ്ട്. പഴയ കാലത്തൊന്നും തുണിന്റെ ഉള്ളിൽ ഷെഡ്ഡി ഉടുക്കലില്ല, നിക്കർ ഇടലില്ല. അത് ഇറങ്ങിയ കാലത്ത് നമ്മളൊരു പഴയ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മളെ സി ഉസ്താദിന്റെ വാപ്പ, മർക്കസ് മാനേജർ സി ഫൈസിന്റെ മൂപ്പരെ വാപ്പുണ്ടെങ്കിൽ സി അബ്ദുറഹ്മാൻ മുസ്ലിം, വലിയ മുത്തക്കിയായ വായിലായ പണ്ഡിതനായി അള്ളാഹു ദർജയേറ്റി കൊടുക്കണം. അദ്ദേഹം അക്കാലത്ത് വയല് പറയുന്നത് ഞാൻ കുട്ടിയാകുമ്പോൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കുട്ടിയാകുന്ന സമയത്ത് അദ്ദേഹം വയല് പറഞ്ഞു, ജഡ്ജി ഇറങ്ങിയ കാലാണ്, അതന്ന് വേണോ, അതൊരു ഇസ്രാഫാണോ, ആവശ്യമില്ലാത്തതാണോ എന്നൊക്കെ ചർച്ച നടക്കുമല്ലോ. ആ കാലത്ത് മൂപ്പര് വയല് പറഞ്ഞു, ഭൂമി ഔറത്ത് കാണാതിരിക്കാൻ അത് ധരിച്ചത് നല്ലതാണ്. നമ്മുടെ ഔറത്ത് ആര് കാണണ്ട? ഭൂമി കാണണ്ട, അതിന് ഷെഡ്ഡി ധരിക്കൽ നല്ലതാണെന്ന് അന്ന് അദ്ദേഹം വയല് പറഞ്ഞു. പഴയ ആൾക്കാരൊക്കെ വിഷയത്തിൽ ഓരോന്നിനും ഒരു വായനുണ്ട്. വണ്ടി നമ്മൾ ആണുങ്ങൾ കൊടുക്കണ കള്ളിത്തുണി ഉണ്ട്, ലുങ്കി, അതിന് ഇവിടെ ബേക്കൽ എന്തുണ്ടാവും? ബേക്കൽ പ്രത്യേകം ഒരു അടയാള ബോർഡർ കൊടുത്തിട്ടുണ്ടാവും. എന്താണ് ആ ബോർഡർ? നെതലടിച്ചിട്ട് ഔറത്ത് കാണാതിരിക്കാനാണ് ആ ബോർഡർ കൊടുത്തിരുന്നത്. മാത്രമല്ല അത് ഇരിക്കണ സ്ഥലം ഒന്ന് കട്ടിയായിട്ട് ഓട്ടയാകാതിരിക്കാൻ. അന്നത്തെ ആളുകളൊക്കെ അതിലൊരു ഇസ്ലാമികമായ മാനം കാണും. ഏത് വിഷയത്തിലും ഒരു ഇസ്ലാമിക മാനം കാണും. അപ്പോ ഞാനിത് പറഞ്ഞു വന്നത്, നമ്മളാണ് ആ കുട്ടികളോട് എന്ത് പോയിടാവുക, നമ്മളത് കഴിഞ്ഞു. ഞമ്മക്കങ്ങനത്തെ സൂക്ഷ്മതയും വിഷയങ്ങളൊന്നുമില്ലല്ലോ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാലിന്റെ പാത്രം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് റസൂലുള്ള ഒന്ന് വലഭാഗത്തേക്ക് നോക്കും, പിന്നൊന്ന് ഇടഭാഗത്തേക്ക് നോക്കും, വീണ്ടും ഒന്ന് വലഭാഗത്തേക്ക് നോക്കും, വീണ്ടും ഒന്ന് ഇടഭാഗത്തേക്ക് നോക്കും. നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന രണ്ട് ആശയമുണ്ട്. ഒന്ന് വലിയവരെ മുന്തിക്കുക, മറ്റൊന്ന് വലഭാഗത്തെ മുന്തിക്കുക. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സമയത്ത് എന്താ ചെയ്തത്? റസൂലുള്ളാഹിന്റെ വലത്തെ കൈകൊണ്ട് ആ പാലിന്റെ പാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇടഭാഗത്തിരിക്കുന്ന മോനോട് ചോദിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ മോനോട് ചോദിക്കുന്നു, മോനെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇത് ഞാൻ വലിയവർക്ക് കൊടുത്തോട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ഒരു മുഅല്ലിമായിട്ടാണ്. എന്നെ അല്ലാഹു തആല നിശ്ചയിച്ചത് ഒരു അധ്യാപകനായിട്ടാണ്. തൗറാത്ത് ഗ്രന്ഥമായിട്ട് കൊടുത്തതാണ്, ഇഞ്ചീൽ ഒരു പുസ്തകമായിട്ട് കൊടുത്തതാണ്. ഖുർആൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഓരോ ആയത്തും ഇറങ്ങുമ്പോൾ അതിലുള്ള നിയമം നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബി ജീവിച്ച് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, അത് പകർത്തുക. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരായത്തിൽ ദീനിന്റെ കൽപ്പന വന്നാൽ ആ ആയത്ത് പഠിക്കുന്നതോടുകൂടെ ആ ആശയം അവിടെ നടപ്പാവുകയാണ്. അതാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. വിശുദ്ധ ഖുർആന്റെ സഞ്ചരിക്കുന്ന പതിപ്പാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ കാന ഖുലുഖുൽ ഖുർആൻ എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ വലഭാഗത്തുള്ള കുട്ടികളിലേക്ക് ആ പാലിന്റെ പാത്രം ഇങ്ങനെ കാണിച്ചു, മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇത് വലിയവർക്ക് കൊടുത്തോട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ കുട്ടികളോട് വലത്തേതിനെ മുന്തിക്കാൻ വേണ്ടി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് വലഭാഗത്തെ മുന്തിച്ചുകൊണ്ട് പഠിപ്പിക്കണേ. അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. മക്കളെ എന്തിനാണ് വലത്തെ കൈകൊണ്ട് കൊടുക്കുക? വലത്തെ കൈകൊണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മള് ചെറിയ ക്ലാസ് എന്താ പറയാ, ചെറിയ 3.5 വയസ്സായ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിന് ഇങ്ങനെ കുറേശ്ശെ കുടിക്കേണ്ട സാധനമാണ്. ഞാൻ ഒന്നിച്ചു കുടിച്ചെന്നേ ഉള്ളൂ. അല്ലാഹു ഖൈർ തരട്ടെ. എന്താ പറയുക, തിബിയാൻ, പിന്നെ സഹറത്തുൽ ഖുർആൻ അല്ലേ? അതിപ്പോ CBSE സ്കൂളുകളൊക്കെ ഔദ്യോഗിക അംഗീകാരമായിട്ട് നടത്തുന്നതിന് പ്രശ്നമില്ല. പ്രീ KG CBSE അംഗീകരിച്ചു കഴിഞ്ഞു ഇപ്പൊ നാട്ടിലൊക്കെ. അപ്പൊ ഈ പ്രീ KG കുട്ടികൾക്ക് നമ്മുടെ തിബിയാനിലും സഹറത്തിലും അതുപോലുള്ള പിന്നെ ഇതിലൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. എനിക്കറിയത് കുട്ടികൾ പഠിച്ചിടത്തൊന്നും നോക്കണ്ടേ, പോക്കിരുത്തരത്തിൽ ഇങ്ങനെ നടക്കാറില്ലാതെ കുട്ടികളൊപ്പം ഇരിക്കലുണ്ടോ? നമ്മളിപ്പോ ആ മറ്റേ ഫോൺ ഇപ്പം ഇല്ലേ, പൈസ ചെലവാകാത്ത ഫോൺ, മണിക്കൂറുകളോളം നാട്ടിൽ സംസാരിക്കുന്ന ഒരു ഫോണിന്റെ ഇപ്പം ഇല്ലേ, ഉണ്ടോ? ഇപ്പൊ രീതി മാറിയതുള്ളൂ. മുമ്പ് കേക്കലേന്, ഇപ്പൊ കാണലും കൂടിയായി അല്ലേ? അങ്ങനെ പെണ്ണുങ്ങളോട് കിന്നാരം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒന്ന് മക്കളോടും പറഞ്ഞൂടെ കുറച്ചു നേരം അല്ലാഹു റബ്ബി ആ ഫോണിലൊന്ന് വിളിച്ചിട്ട് മോളെ ഒന്ന് കുൽഹു അല്ലാഹു ഓതി, നന്നായിട്ട് കുൽഹു അല്ലാഹു ഓതിയാൽ ഒരു സമ്മാനം കൊടുത്തേക്കാന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വേണ്ടേ? അപ്പൊ നോക്കിയാൽ കാണാം, കുട്ടികളോട് പാട്ട് പാടാൻ പറഞ്ഞാൽ കണ്ടോ,
ടീച്ചർ കുട്ടിക്ക് ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. ടീച്ചർക്ക് ആക്ഷൻ എങ്ങനെയാണോ പഠിപ്പിക്കുക? തിബിയാനിലും ദഹറത്തിലും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണം. പ്രീ KG പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ ആ പാട്ട് പഠിപ്പിക്കും കുട്ടികൾക്ക്. എങ്ങനെ പഠിപ്പിക്കുന്നത്? തിന്നും നേരം ബിസ്മില്ല, കുടിക്കും നേരം ബിസ്മില്ല, കൊടുക്കും നേരം ബിസ്മില്ല, തുറക്കും നേരം ബിസ്മില്ല. ഇങ്ങനെ തുറക്കുന്ന ഒരു ആക്ഷൻ, കൊടുക്കുന്ന ഒരു ആക്ഷൻ, കുടിക്കുന്ന ഒരു ആക്ഷൻ, തിന്നുന്ന ഒരു ആക്ഷൻ. ഈ ആക്ഷൻ കാണിച്ചുകൊണ്ട് ആ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ, ആ ആക്ഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പാട്ട് പാടുമ്പോൾ അല്ലാഹു റബ്ബി കുട്ടിയുടെ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ്. മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ആശയം പഠിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അതിന് 3 വിധമാണ്. 1, ആ പഠിക്കുന്ന ആശയത്തെ കേൾക്കുക. 2, അത് എഴുതുക. 3, അതേപോലെ അത് വായിക്കുക. ഒരു ആക്ഷന് വലിയ വിഷയമുണ്ട്. ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ, അതിന് ഒരു ട്രെയിനിങ് വേണം. അതിന് വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോടൊരു കല്യാണം പറഞ്ഞു. എങ്ങനെ കല്യാണം പറഞ്ഞത്? 31-ാം തീയതി ബുധനാഴ്ച കല്യാണത്തിന് വരണം എന്നാണ്. 31-ാം തീയതി ബുധനാഴ്ച കല്യാണത്തിന് വരണം എന്നാണ്. നാട്ടിൽ പോയി കലണ്ടർ നോക്കുമ്പോൾ 31-ാം തീയതി വ്യാഴാഴ്ച. 31-ാം തീയതി എന്നാണ്. അപ്പൊ നമ്മള് ബുധനാഴ്ച കല്യാണത്തിന് പോകണോ അതല്ല വ്യാഴാഴ്ച പോകണം? 31 ബുധനാഴ്ച. അപ്പൊ നമുക്ക് കൺഫ്യൂഷനായി. എന്താ കൺഫ്യൂഷൻ? ബുധനാഴ്ച ആണോ കല്യാണം അല്ല 31-ാം തീയതി ആണോ? 31-ാം തീയതി ആണെങ്കിൽ എന്താ വരിക? വ്യാഴാഴ്ച. അപ്പൊ പിന്നെ പറഞ്ഞതാണ് ഏത് ദിവസം? അപ്പൊ നമ്മള് ബുധനാഴ്ച പോകണോ കല്യാണത്തിന് അതല്ല 31-ാം തീയതി പോകണം? എന്താ ചെയ്യണ്ടേ? അപ്പൊ കണ്ടോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആയോ ആയില്ലേ? ഇതാണ് ഒരു അധ്യാപകൻ ട്രെയിനിങ് വേണം ഉസ്താദുമാർക്കൊക്കെ. അവര് പഠിപ്പിക്കുന്ന സമയത്ത് ആക്ഷൻ ഒന്ന് വേറെ, പറഞ്ഞതൊന്ന് വേറെ ആകാൻ പാടില്ല. അല്ലാഹു റബ്ബി മുകളിലേക്ക് നോക്കുമ്പോൾ, അങ്ങനെ നാം മുകളിലേക്ക് നോക്കുമ്പോൾ അല്ലാ താഴോട്ട് കൈ കാണിച്ചപ്പോൾ. അപ്പൊ കുട്ടി എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, കുട്ടികളെ മനസ്സിലാക്കി. അധ്യാപകന്റെ വാക്ക് മുകളിലേക്ക്, ആക്ഷൻ എങ്ങോട്ടാ? താഴോട്ട്, ഇല്ലേ? അധ്യാപകന്റെ വാക്ക് താഴോട്ട്, ആക്ഷൻ എങ്ങോട്ടാ? കുട്ടിയുടെ നമ്മുടെ മനസ്സ്, ആരുടെ മനസ്സും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളല്ല, രോമകൂപങ്ങൾ അടക്കം ഏതാണ്? അത് ഇൻപുട്ടിങ് യൂണിറ്റ് ആണ്. നമ്മുടെ മെമ്മറിയിലേക്ക് വിവരശേഖരങ്ങളാണ് എല്ലാം. അപ്പോ ഒരു അധ്യാപകനിൽ നിന്ന്, ഒരു വാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് ഒരു നോട്ടം കുട്ടി അർത്ഥം പെടും. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പാലിന്റെ പാത്രം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ആ കാണിച്ച രംഗം കണ്ട നിങ്ങൾ, ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. നബി തങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകത, അത് നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്ത. ഇതാണ് മുഹമ്മദ് അബ്ദുൽ യമാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിന്റെ ആമുഖത്തിൽ 2 പേജ് ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, മാതാപിതാക്കളെ, ഉസ്താദുമാരെ, മുത്ത് നബിയെ കുറിച്ചുള്ള ചരിത്രം നിങ്ങൾ പഠിക്കണം. നിങ്ങളെ കുട്ടിയുടെയും നിങ്ങളെയും മുമ്പിൽ ഏതൊരു വിഷയം വന്നാലും അവിടെ നിങ്ങൾ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബി തങ്ങൾ കാന യുഹിബ്ബു തയാമുന ഫീ ഉമൂരി കുല്ലിഹാ, മുത്ത് നബിയുടെ എല്ലാ വിഷയത്തിലും നബി തങ്ങൾ വലത്തേതിനെ മുന്തിക്കും. ആ വലത്തേതിനെ മുന്തിക്കാൻ പഠിപ്പിച്ച് അത് നബി തങ്ങളെ പ്രത്യേകം ഒരു സുന്നത്തായിട്ട്, നബി തങ്ങളെ പ്രത്യേകം ചര്യയായിട്ട്, നബി തങ്ങൾ അത്രയധികം കൃത്യനിഷ്ഠയോടുകൂടെ പാലിച്ചതായിട്ട് അത് നമ്മൾ പഠിപ്പിക്കണം. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അല്ലാഹു റബ്ബി ഒരിക്കൽ ബീവി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഒരു ഭക്ഷണം ഉണ്ടാക്കി. അല്ലാഹു റബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ ആരെല്ലാം ഇരിക്കുന്നുണ്ട്? ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഫാത്തിമയുടെ മോള് ഉമ്മു കുൽസൂം ഉണ്ട്, സൈനബ് ഉണ്ട്, അതേപോലെ തന്നെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ ഇടകുട്ടി മുസാമയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. വലഭാഗത്ത് നിന്ന് തുടങ്ങുക, വലഭാഗത്തെ വലത്തെ കൈ കൊണ്ട് കഴിക്കുക, ബിസ്മി ചൊല്ലുക, ഇങ്ങനെ ഓരോന്നും. അപ്പൊ ഇത് നമ്മുടെ മക്കളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വലഭാഗത്ത് നിന്ന് തുടങ്ങുക, ബിസ്മി ചൊല്ലുക, ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതായി മുത്ത് നബിയെ ഉദാഹരണപ്പെടുത്തിക്കൊണ്ട് ചെറിയ പ്രായത്തിലെ നബി തങ്ങൾ ചെയ്തത്, നബി തങ്ങൾ പറഞ്ഞത്, നബി തങ്ങൾ പഠിപ്പിച്ചത് എന്നിങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രത്യേകമായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അമ്മ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ നമ്മൾ പരിചയപ്പെടുകയാണ്. സൈനബ് ബീബി റളിയല്ലാഹു അൻഹ
ആ സൈനബ ബിബി റളിയല്ലാഹു അൻഹ അബുൽ ആസിയുടെ കൂടെ ജീവിച്ച് അവർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് അവർക്ക് മക്കളുണ്ടായി. അല്ലാഹു റബ്ബി. പിന്നെ അവർ വഫാത്താകുന്നത് സൈനബ ബിബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹിജ്റയുടെ 8-ാം വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് മുമ്പ് സൈനബും വഫാത്തായി. സൈനബ് വഫാത്തായി. ഇന്നലെ നമ്മൾ പറഞ്ഞു റുഖിയ ബീബി വഫാത്തായി, ഉമ്മു കുൽസൂം വഫാത്തായി. ആൺകുട്ടികളൊക്കെ നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ വഫാത്തായി. ഇനി ആരാ ബാക്കിയുള്ളത്? ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമത്തു സഹ്റാ. വഅമ്മാ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹക്ക് ഹിജ്റയുടെ 2-ാം വർഷം, ഹിജ്റയുടെ 2-ാം വർഷമാണ് ഫാത്തിമൂന്റെ കല്യാണം നടക്കുന്നത്. ആ കല്യാണം നടക്കുമ്പോൾ ഫാത്തിമൂന്റെ വയസ്സ് 15.5 വയസ്സാണ്. 15 വയസ്സും 6 മാസം തികഞ്ഞു വരുന്ന സമയം. അപ്പൊ 15.5 വയസ്സ് പ്രായമാകുമ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന് അന്ന് 21 വയസ്സും 5 മാസവും സമയമായിട്ടുണ്ട്. 21 വയസ്സും 5 മാസവും സമയമായിട്ടുണ്ട്. നബി തങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വ്യംഗ്യമായ ഭാഷയിൽ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടും പലരോടും നേർക്ക് നേരെ പറഞ്ഞുകൊണ്ടും ഫാത്തിമൂനെ കല്യാണം കഴിക്കാൻ പലരും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പലരും അതിന് താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ നബി മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മി ബഅദ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ കൂടെ ഇറങ്ങിയിട്ട് എന്റെ ഉമ്മാക്ക് ഖബറിന്റെ അദാബ് വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്ത അത്രയധികം നബി തങ്ങൾ ഹൃദയം നിറഞ്ഞു ഒപ്പം നിന്ന ഉമ്മയാണ് ആര്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പത്തിനൊപ്പം ജീവിച്ചിരിക്കുന്ന മഹദിയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ആ ഉമ്മ അത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ മോനാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പോ ആ ഉമ്മ ഇങ്ങോട്ട് കൊടുത്ത സ്നേഹത്തിന് തിരിച്ചങ്ങോട്ട് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുരക്ഷിതമായ സംരക്ഷണം കൊടുത്ത ആളാണ് അബൂ താലിബ്. അപ്പൊ അബൂ താലിബും അതേപോലെ തന്നെ ഫാത്തിമ ബിൻത് അസദും അവർ ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്ന വലിയ ഉപകാരത്തിന് ഒരു തിരിച്ച് അങ്ങോട്ട് ഒരു സന്തോഷം, അതാണ് എന്ത് ചെയ്തത്? ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ അലി ഇബ്നു അബീ ത്വാലിബ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ വിഷയത്തിലും എന്താണ്? നബി തങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടോ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യുപകാരം ചെയ്തിട്ടല്ലാതെ ചരിത്രത്തിൽ ഒരു സംഭവവും കാണുകയില്ല. ഏതൊരു സംഭവം നബി തങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ അത്രയധികം കൂടെ നിന്നു. അതിന് പകരമായി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോള് ആയിഷുവിനെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചുകൊണ്ട് ആ ബന്ധം നിലനിർത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വല്ലാത്ത സഹായമായി. ബഹുമാനപ്പെട്ട ഹഫ്സ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബന്ധം നിലനിർത്തി. അങ്ങനെ ഓരോന്നിലും കാണാം നബി തങ്ങൾക്ക് മുല കൊടുത്തിരിക്കുന്ന ഉമ്മ സുവൈബയെ റസൂലുള്ളാഹി അന്വേഷിച്ചുകൊണ്ട് പാരിതോഷികങ്ങൾ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുത്ത് പോറ്റി വളർത്തിയിരിക്കുന്ന ഉമ്മ ഹലീമ ബിബിയെ നബി തങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. മുലകുടി ബന്ധത്തിലെ പെങ്ങൾ, എന്തായിരുന്നു നമ്മൾ പേര് പറഞ്ഞത്? ബീവി ഷൈമാഇനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചറിഞ്ഞു. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. നബി തങ്ങൾക്ക് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്തിട്ടുണ്ടോ? അവർക്കൊരു പ്രത്യുപകാരം. അതാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ നേരത്തെ തന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ, അവരുടെ മോനാണ് അലി റളിയല്ലാഹു അൻഹു. അലി തങ്ങളെ കൊണ്ട് കല്യാണം കഴിക്കണമെന്നാണ് റസൂലുള്ളാഹിന്റെ പ്ലാൻ ഉള്ളത്. അതനുസരിച്ച് ഫാത്തിമക്ക് 15.5 വയസ്സ്, അലി റളിയല്ലാഹു അൻഹുവിന് 21 വയസ്സും 5 മാസവുമാകുന്ന സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ അവര് രണ്ടുപേരെയും വിവാഹിതരാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ നമ്മളൊക്കെ ഉമ്മമാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു മോൾക്കൊരു കല്യാണം ഉറപ്പിച്ച് ഒരു പുതുമണവാട്ടിയാകാൻ തീരുമാനിച്ചാൽ സന്തോഷം പറയാൻ, ആനന്ദം പറയാൻ, സമ്മാനങ്ങൾ കൊണ്ടുകൊടുക്കാൻ ആരൊക്കെ ഉണ്ടാകും? ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ പുതുമണവാട്ടിയായി പോകാൻ ഒരുങ്ങുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബീവി ജീവിച്ചിരിപ്പില്ല.
ഉമ്മമ്മ എന്ന് വിളിക്കാൻ ഒരു വല്യമ്മ ജീവിച്ചിരിപ്പില്ല. അല്ലാഹു റബ്ബി, ഒരു പുതുമണവാളന്റെ കൂടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആരൊക്കെ കൂടെ പോകും? ജ്യേഷ്ഠത്തി പോകും. അതിന് ഇത്താത്ത എന്ന് വിളിക്കാൻ ഫാത്തിമയോട് ജ്യേഷ്ഠത്തി ജീവിച്ചിരിപ്പില്ല. സൈനബ് നേരത്തെ വഫാത്തായിട്ടുണ്ട്. അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ആ പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടെ പോകാൻ ആണുങ്ങളെ കൂട്ടത്തിന് ഒരാള് പോണം. അതാരാ പോവുക? സ്വന്തം പെണ്ണിന്റെ ആങ്ങളെയാണ് പോവുക. ഫാത്തിമോന് ഇക്കാക്ക എന്ന് വിളിക്കാൻ ഒരു ആങ്ങളെ ജീവിച്ചിരിപ്പില്ല. ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബീവി ജീവിച്ചിരിപ്പില്ല. ഉമ്മമ്മ എന്ന് വിളിക്കാൻ ഒരു വല്യമ്മ ജീവിച്ചിരിപ്പില്ല. ഉമ്മമ്മാന്റെയും ഉപ്പാന്റെയും ഉപ്പാന്റെയും എല്ലാവരുടെ സ്ഥാനത്തും ഫാത്തിമൂന് ആര് മാത്രമേ ഉള്ളൂ? മുഹമ്മദ് മുസ്തഫ. അലി റളിയല്ലാഹു അൻഹു പുതുമണവാളനായി വരുമ്പോൾ അവർ താമസിക്കുന്ന വീട് നബിതങ്ങളുമായിട്ട് കുറച്ച് അകലെയാണ് മദീനയിൽ. പുതുമണവാട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ നബിതങ്ങൾക്കും വല്ലാത്ത വിഷമം, ഫാത്തിമൂന് അതിനേക്കാൾ വിഷമം. അലി റളിയല്ലാഹു അൻഹു പുതുമണവാളനായി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അലിയെ വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, മോനെ അലി, ഫാത്തിമൂനെ നീ കൂട്ടിപ്പോയിക്കോ, നീ അവളോട് ഒന്നും ചോദിക്കണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നീ അവളോട് ഒന്നും ചോദിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഫാത്തിമ നിറക്കണ്ണുകളോടെ നിൽക്കുകയാണ്. അല്ലാഹു റബ്ബി. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു പോയ ശേഷം വീട്ടിലുള്ള വലീമത്തിന്റെ സൽക്കാരങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാക്കി ത്വാഹ റസൂലുള്ളാഹ് നബിതങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അവർ രണ്ടുപേരും താമസിക്കുന്ന വീട്ടിലെത്തിയിട്ട് റസൂലുള്ളാഹ് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ പഠിക്കണം. വിവാഹം ചെയ്തൊരു മക്കളെ അയക്കുമ്പോൾ, ഇപ്പൊ ഇന്ന് പ്രീ മാരേജ് ക്ലാസ്സുകളൊക്കെ കുറെ നടക്കുന്നുണ്ട്. നിർബന്ധമാണത്. ഒന്നും അറിയാതെ മക്കളെ വിവാഹം ചെയ്തയച്ചിട്ട് എത്ര കുടുംബ ബന്ധമാണ് കലഹിക്കുന്നത്, എത്രയാണ് തെറ്റിപ്പിരിയുന്നത്, എത്രയാണ് അർത്ഥമില്ലാതായി പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് റസൂലുള്ളാഹ് വീട്ടിൽ ചെന്നു. അലി റളിയല്ലാഹു അൻഹു അപ്പുറത്തും ഫാത്തിമ ഇപ്പുറത്തും. റസൂലുള്ളാഹ് നടുവിൽ ഇരുന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമയോട് ഉപദേശം കൊടുത്തു, അലി റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ രണ്ടുപേരെയും ഒരു ഇണയും തുണയും സൗജൈൻ. അവർ രണ്ടുപേരും ഇണയും തുണയും. എങ്ങനെ? ശരീരം കൊണ്ട് അടുക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് അടുക്കുന്നതിനേക്കാൾ ശരീരം കൊണ്ട് അടുത്ത്. അല്ലാഹ്, അവർ രണ്ടുപേരെയും ഹൃദയവും തമ്മിൽ വല്ലാത്ത ഒരു ബന്ധത്തിലേക്ക് നയിച്ച മുഹമ്മദ് മുസ്തഫ. ഫാത്തിമോ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്, നിനക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമയോട് ഭർത്താവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അലിയെ, നിനക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ. അങ്ങനെ സഹധർമ്മിണി അവർ രണ്ടുപേരെയും ഹൃദയവും തമ്മിൽ സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച്, ഉമ്മയില്ലാത്ത വിഷമം, വല്യമ്മയില്ലാത്ത വിഷമം, ഇത്താത്തയില്ലാത്ത വിഷമം, ഇക്കാക്കയില്ലാത്ത വിഷമം, അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നബിതങ്ങൾ അവരെ രണ്ടുപേരെയും മനസ്സും തമ്മിൽ കോർത്തിണക്കിയിട്ട് വീട് വിട്ടിറങ്ങി. അല്ലാഹ്, ഇടക്കിടക്ക് റസൂലുള്ളാഹി അങ്ങോട്ടേക്ക് ചെല്ലും, വിവരങ്ങളൊക്കെ ചോദിച്ചറിയും, അവരെ സന്തോഷ വിവരങ്ങളൊക്കെ പങ്കുവെക്കും. അല്ലാഹ്, ആ ജീവിതത്തിൽ ഓർക്കണം നിങ്ങൾ, ആ ജീവിതത്തിൽ അവരെ സുഖകരമായ സന്തോഷത്തിന്റെ ജീവിത മധ്യേ ഫാത്തിമ ഗർഭിണിയായപ്പോൾ അവർ താമസിക്കുന്നത് കുറച്ച് അകലെയാണ്. അപ്പൊ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഫാത്തിമ ഗർഭവും കൂടി ആയപ്പോൾ മോളെ കാര്യത്തിൽ ചിന്തിക്കാൻ ഉപ്പ മാത്രമല്ലേ ഉള്ളൂ, ഉമ്മയില്ലല്ലോ, അങ്ങനെയുള്ള ആരും ഇല്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ താമസിക്കുന്ന പരിസരത്ത് ഒരു വീട് വിൽപ്പനക്കുണ്ടെന്ന് കേട്ടു. റസൂലുള്ളാഹി തങ്ങൾ ആ വീട് വാങ്ങിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമയെയും അടുത്ത വീട്ടിൽ താമസിപ്പിച്ചു. റസൂലുള്ളാഹി ദിവസം അവിടെ ചെല്ലും. ഒരു ദിവസം ത്വാഹ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ ഫാത്തിമയുടെ മുഖഭാവം കണ്ടപ്പോ തന്നെ നബി തങ്ങൾക്ക് മനസ്സിലായി, ഗർഭിണിയായ ഫാത്തിമയുടെ പ്രസവത്തിന്റെ സമയം അടുത്തിട്ടുണ്ട്. മുഖത്ത് ഇങ്ങനെ കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് മനസ്സിലായി, ഫാത്തിമൂന് പ്രസവത്തിന്റെ സമയം അടുത്തിട്ടുണ്ട്. നബി തങ്ങൾ, മോളെ, ഉപ്പ ഇപ്പൊ വരാം
എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള വീട്ടിൽ നിന്നിറങ്ങി. അപ്പുറത്ത് പോയിട്ട് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മറ്റൊരു സഹോദരി, 2 സഹോദരിമാരെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇഖ്തിയാ ഫാത്തിമ, നിങ്ങൾ 2 പേരും ഫാത്തിമൂന്റെ അടുക്കലേക്ക് പോകണം. ഫാത്തിമൂന്റെ അടുക്കൽ ഞാൻ ചെന്നപ്പോൾ അവൾക്ക് പ്രസവത്തിന്റെ വേദന തുടങ്ങിയതായി മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ 2 പേരും ഫാത്തിമൂന്റെ അടുക്കലേക്ക് പോകണം. 2 സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് ആയത്തുൽ കുർസി ഓതണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. സുഖപ്രസവത്തിന്, വിഷമമില്ലാത്ത പ്രസവത്തിന് അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇരുന്നിട്ട് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കണം. ആയത്തുൽ കുർസി ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസി ഉമ്മാക്കും കുട്ടിക്കും സംരക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ കൊണ്ട് തുടങ്ങിയിരിക്കുന്ന ആയത്തുൽ കുർസി അവസാനിക്കുന്നത് എങ്ങനെയാണ്? അൽ അലീം എന്ന മറ്റൊരു പേര് കൊണ്ടാണ്. അല്ലാഹുവിന്റെ പേര് അസ്മാഉൽ ഹുസ്നയിലെ അല്ലാഹുവിന്റെ വിവിധ പേരുകൾ ചേർന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം. ഇപ്പൊ തന്നെ എത്ര പേരായി? 5 പേരായി. ളാഹിറും ളമീറുമായി, പ്രത്യക്ഷവും പരോക്ഷവുമായി ആയത്തുൽ കുർസി 18 പ്രാവശ്യം അല്ലാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു ആയത്തുൽ കുർസിയാണ്. ളാഹിറും ളമീറുമായി 18 പ്രാവശ്യം അല്ലാഹ് എന്ന പേര് കൊണ്ട് തുടങ്ങിയിട്ട് അൽ അദീം എന്ന പേര് കൊണ്ടാണ് ആയത്തുൽ കുർസി അവസാനിക്കുന്നത്. ഏതൊരു വിഷമഘട്ടത്തിലും, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും, ഏതൊരു പ്രയാസഘട്ടത്തിലും, മനസ്സിന് ക്ഷീണം, മനസ്സിന് ബേജാറ്, മനസ്സിന് വെപ്രാളം, ഏതൊരു രംഗത്തും, പ്രത്യേകിച്ച് ഗർഭിണികൾക്കൊക്കെ പ്രസവകാലത്ത് നല്ല പോലെ ആയത്തുൽ കുർസി ഓതണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിന്റെ മോൾക്ക് പ്രസവത്തിന്റെ വേദന വന്നു. ഈ 2 സഹോദരിമാരും ഇരുന്ന് ആയത്തുൽ കുർസി അങ്ങനെ ഓതിയിട്ട് കഥാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, മുഹസ്സിൻ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂമിനെ, സൈനബിനെ, ഇങ്ങനെയെല്ലാം അവരൊക്കെ പ്രസവിച്ച് പോറ്റി വളർത്തിയിട്ട് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റാ 24ാമത്തെ വയസ്സായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 6 മാസം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റബീഉൽ അവ്വലിൽ വഫാത്തായി. റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ. നബി തങ്ങൾ വഫാത്തായ അതേ മാസം റമളാൻ 21 അത് ഹിജ്റ 11-ാം വർഷമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 6-ാമത്തെ മാസത്തെ റമളാനിൽ 21-ാം ദിവസം ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഫാത്തിമ ബീവിക്ക് ജനിച്ച മക്കളിൽ നിന്ന് പരമ്പര വന്നു. ആ പരമ്പരയാണ് ലോകത്ത് മുഴുവനും ഇന്നും നിലനിൽക്കുന്ന ആയിരക്കണക്കായ സാദാത്യങ്ങൾ, ബീവിമാർ, തങ്ങന്മാർ. ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയേ, തങ്ങൾക്ക് ഖൈറുൻ കസീർ തന്നിരിക്കുന്നു. ഫസല്ലി ലറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. മക്കളില്ലാത്തതിന്റെ പേരിൽ, മക്കൾ മരിച്ചതിന്റെ പേരിൽ തങ്ങളെ ആക്ഷേപിച്ചവരില്ലേ, അവരാണ് തറവാടില്ലാത്തവർ, അവരാണ് വാലറ്റ് പോയവർ, അവരാണ് അഡ്രസ് ഇല്ലാത്തവർ. തങ്ങൾക്കിതാ ലോകം മുഴുവനും മക്കളെ പരമ്പര നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹു റബ്ബി ഹുബ്ബു അഹ്ലി ബൈത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്. എൻ്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുത്ത് നബിയുടെ ആലിനെ മഹബത്ത് വെക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് നിർബന്ധമുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, പിന്നെ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കണ്ടോ, നിർബന്ധമായി നിസ്കാരം സ്വീകരിക്കപ്പെടാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത്, ആലിന്റെ പേരിൽ സ്വലാത്ത്. അങ്ങനെ മുത്തുനബിയുള്ള മഹബത്തുള്ള ആളുകളെല്ലാം അവിടുത്തെ അഹ്ലു ബൈത്തിനെ കൂടി മഹബത്ത് വെച്ചുകൊണ്ട് നബി തങ്ങളെ പൊരുത്തം വാങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മദ്രസയിലെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ കൂടി ഇതിലുള്ളത് കൊണ്ട് ഞാൻ മുത്തുനബിയുടെ ചരിത്രം ആ രൂപത്തിൽ കൂടി പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഉമ്മമാർ, സഹോദരിമാർ, ഇവിടെ താമസിക്കുന്ന ഫാമിലി ആയിട്ടൊക്കെ കഴിയുന്നവരെ, നാട്ടിൽ മക്കളുള്ളവരെ, നമ്മുടെ കുട്ടികൾക്ക് മതപഠനം കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് കാലിക വിദ്യാഭ്യാസത്തോടൊപ്പം ദീനി വിദ്യാഭ്യാസം കൊടുക്കണം. ഉമ്മ ആരാണ്? നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മറ്റൊക്കെ കുട്ടികളെ ചേർക്കാം. ചിലപ്പോൾ ചില ഇംഗ്ലീഷ് മീഡിയം ഒക്കെ മുസ്ലിം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ മതപഠനം
കൊടുക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷെ ആ മതം പറഞ്ഞ് നമ്മൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മതി. കുട്ടികളോട് 10 മലക്കുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ അത്തരം ഇംഗ്ലീഷ് മീഡിയക്കാർ പഠിച്ചിരിക്കുന്ന കുട്ടി ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ എന്നിട്ടാണ് പോകും. അതേ സമയത്ത് നമ്മുടെ ദീനി സ്ഥാപനത്തിൽ പഠിച്ചാൽ കുട്ടി അങ്ങനെ പറയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം ഇങ്ങനെ പറയുള്ളൂ. അപ്പോ അതിന്റെ അദബോട് കൂടെ പഠിപ്പിക്കണോ? അത് നമ്മുടെ മദ്രസകളിൽ തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടേതായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നുണ്ട്, അതിൽ വെച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാര് പഠിപ്പിക്കണം. ഉസ്താദുമാര് പഠിപ്പിക്കുമ്പോഴാണ് സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം അലൈഹിസ്സലാം, അമ്പിയാക്കളെ പേര് പറയുമ്പോൾ അത്തരം മതപഠനം ഉണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം കുട്ടികളെ ആകർഷിക്കുന്ന സ്ഥാപനം ഉണ്ടാവും. അതിൽ പഠിച്ചു നോക്കിയാൽ ആദം, ഇദ്രീസ്, നൂഹ്, ഈസ, മൂസ പോലെ വല്യാപ്പാരറ്റാന്ന് വിചാരിക്കും പറയുന്നുണ്ടൊക്കെ. അതേ സമയത്ത് ആദം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ആ ആദരവിന്റെ പഠനം കിട്ടണോ? അർഹതപ്പെട്ട സ്ഥലത്ത് നിന്ന് പഠിക്കണം. ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ, ബീബി സൈനബ, ബീബി റുഖയ്യ, ബീബി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ, മുത്തുനബിയുടെ പെൺമക്കളെല്ലാം പ്രായപൂർത്തിയായി നബി തങ്ങളോടൊപ്പം ജീവിച്ച് അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ച് അങ്ങനെ വഫാത്തായി പോയവരാണ് എല്ലാവരും. ആ പരമ്പരയിൽ വരുന്ന അഹ്ലു ബൈത്തിനെ നാം ആദരിക്കണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളോട് ഉണർത്തി ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ, നീ എല്ലാവിധ ഇസ്സത്തും നൽകണേ അല്ലാ. ഈ വർഷത്തെ റബീഉൽ അവ്വലിന്റെ 12ന്റെ സമാപനം ഇവിടെ നടക്കുമ്പോൾ